വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के पवित्र नाम की तारीफ हो. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിങ്കൽ ആഗതരായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുക. इस पावन संध्या में परमेश्वर के चरणों में पधारे हुए सारे भक्तजनों को प्रभु यीशु मसीह के नाम से मैं अभिनंदन करता हूं. നമ്മുടെ മീറ്റിംഗിന്റെ മൂന്നാം രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുക. इस आध्यात्मिक सम्मेलन के तीसरी रात में हम आ पहुंचे हैं. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ തന്റെ അദൃശ്യ ദൂതഗണവുമായി നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. हम सबको आशीष करने के लिए हमारा परमेश्वर अदृश्य दूतों के साथ हमारे साथ में वो मौजूद है, इसलिए मैं परमेश्वर का धन्यवाद करता हूं. കഴിഞ്ഞ 2 രാത്രികളിലും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. पिछली 2 रात तक पवित्र आत्मा हमसे बर्ताव करते रहा. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ സാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. आज रात भी परमेश्वर के सानिध्य को महसूस करने के लिए स्वर्ग हमें मदद करने दे. ഉയർത്തുവന്ന യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ പന്തലിൽ നിറഞ്ഞു നിൽക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. पुनरुत्थान पाया प्रभु यीशु मसीह का सानिध्य हमारे इस पंडाल में है करके मैं एहसास करता हूं. കഴിഞ്ഞ 2 രാത്രികളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് മനുഷ്യന് എങ്ങനെ സൃഷ്ടാവിങ്കിലേക്ക് മടങ്ങിപ്പോകാം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. पिछले 2 दिनों से हम परमेश्वर के वचन पर ये ध्यान कर रहे थे कि कैसे मनुष्य अपने उद्धारकर्ता के पास वापस लौट പാപം आए. ചെയ്ത് പരദീസ നഷ്ടപ്പെട്ട ശാപയോഗ്യനായ മനുഷ്യന് അവന്റെ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരികെ പോകാം എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്താവിഷയം. पिछले दिनों में हमने यही बात पर मनन और चिंतन किया है कि जो मनुष्य परमेश्वर से दूर हो गया था, पाप कर लिया था, वो वापस अपने उद्धारकर्ता परमेश्वर के पास कैसे लौट आए. ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ എങ്ങനെ മടങ്ങിപ്പോകാം എന്നുള്ളതിന്റെ ചെറിയ 2 ഭാഗം കഴിഞ്ഞ 2 രാത്രികളിലായി നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ये अपने उद्धारकर्ता परमेश्वर के पास कैसे लौट आए एक पापी मनुष्य, उसके बारे में 2 दिनों में हमने उसको ध्यान किया था. BC 6-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകനായ യിരെമ്യാവ് ഇസ്രായേലിനോട് പറയുന്നു, ഇസ്രായേലേ, നീ മടങ്ങി വന്നാൽ നിന്നെ ഞാൻ കൈക്കൊണ്ട് എന്റെ മുൻപാകെ നിൽപ്പാൻ ഞാൻ നിന്നെ യോഗ്യനാക്കാം. 6वीं शताब्दी के जो भविष्यज्ञ था यिर्मयाह नबी ने ऐसा किया कि यदि तू परमेश्वर के पास लौट आएगा तो मैं तुझे आशीष करूंगा करके. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ വരുമ്പോൾ യിരെമ്യാവ് ഇസ്രായേലിനോട് പറയുന്നു, മടങ്ങി വരിക, നീ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക. यिर्मयाह की किताब 15वां अध्याय के 19वां वचन में लिखा है कि हे इस्राएलियों, तू वापस आओ, यदि तू लौट आएगा तो मैं तुझे आशीष करूंगा. ദൈവത്തിങ്കലേക്ക് മനുഷ്യൻ എങ്ങനെ മടങ്ങിപ്പോകാം എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്താവിഷയം. हमारा ध्यान का विषय ये था कि कैसे मनुष्य अपने उद्धारकर्ता परमेश्वर के पास लौट आए. ഭൂമിയിലുള്ള സകല മനുഷ്യന്റെയും ആത്മാവിന്റെ ആഗ്രഹം അവന്റെ സൃഷ്ടാവിങ്കിലേക്ക് പോയി ചേരുക എന്നുള്ളതാണ്. सारे मनुष्यों की आत्माओं का एक ही आग्रह रहता है कि वो अपने बनाए हुए या सृष्टिकर्ता के पास वापस मिल जाए. മനുഷ്യൻ പാപം ചെയ്ത് പരദീസ നഷ്ടപ്പെട്ട ദിനത്തിൽ തന്നെ അവന്റെ ഹൃദയത്തിൽ വാണിരുന്ന സമാധാനവും അവന്റെ നീതിയുള്ള ജീവിതവും അവന്റെ പ്രത്യാശയുള്ള ആത്മാവും അവന് നഷ്ടപ്പെട്ടു പോയി. जिस दिन से मनुष्य पाप करके स्वर्गलोक नष्ट कर दिया, उस दिन से उसकी शांति, उसकी धार्मिकता, उसका सब कुछ दिल की जो बात है वो नष्ट हो गया. അവൻ എന്ന് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നോ അന്നു മാത്രമേ അവന് സമാധാനവും നീതിയും പ്രത്യാശയും ലഭിക്കത്തുള്ളൂ. और जिस दिन वो वापस आएगा उसी दिन उसको शांति, आशा और विश्वास उसे वापस प्राप्त होगा. ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്തും കൂടെ ഒരു മനുഷ്യന്റെ പക്കൽ ഏൽപ്പിച്ചാൽ അവന് സമാധാനവും നീതിയും പ്രത്യാശയും ലഭിക്കുമോ? और क्या यदि दुनिया की पूरी दौलत एक आदमी को सौंप दिया जाए तो क्या उसको शांति और धार्मिकता या विश्वास मिलेगा, आशा मिलेगा? ഇല്ല, ഒരിക്കലും അത് സാധ്യമല്ല. कदापि नहीं. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ രാജാവായിരുന്നു മഹാനായ സോളമൻ. और दुनिया का सबसे ज्यादा धनी सम्राट था सुलेमान. ലോകത്തിലെ എല്ലാ സമ്പൽ സമൃദ്ധിയും തനിക്കുണ്ടായിരുന്നു. उसको सारी प्रकार की धन संपत्ति उसको था. തന്റെ പിതാവായ ദാവീദ് സമ്പാദിച്ചു വെച്ചതും താൻ നേടിയെടുത്തതുമായ
വലിയ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഉടമയായിരുന്നു മഹാനായ സോളമൻ. और जो महान सुलेमान जो तो अपने पिता के दाऊद के द्वारा कमाए गए सारी धन दौलती का मालिक था. തന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതും കണ്ണുകൊണ്ട് ഇച്ഛിച്ചതൊക്കെയും താൻ അതിന്റെ ആഴം തേടി യാത്ര ചെയ്തു. ഒടുവിൽ താൻ മരിക്കും മുൻപ് പറഞ്ഞു, ഹാ മായ മായ സകലതും മായ. और उसने सारे कमाने के बाद जो जो उसने आंख से देखना चाहा सब उसने कमाया, और जो जो दिल की आग्रह था सब कमाने के बाद अंत में कहता है ये सब माया है, माया है. ഈ ലോകത്തിന്റെ മുഴുവൻ ഭരണവും കൂടെ അല്ലെ ആധിപത്യം ഒരു മനുഷ്യന്റെ പക്കൽ ഏൽപ്പിച്ചാൽ മനുഷ്യന് നീതിയും സമാധാനവും പ്രത്യാശയും ലഭിക്കുമോ? और यदि एक आदमी को पूरा शासन दे दिया जाए, पूरी धन दौलत दी दिया है, तब क्या उसे उसको आश्वासन या शांति या भरोसा उसको रहेगा? ലോകത്തെ മുഴുവൻ അടക്കി വാണിട്ടുള്ള സാമ്രാജ്യ ശക്തികളിൽ ഒന്നായ ഗ്രീക്കിന്റെ ഏറ്റവും ഉയർന്ന ഭരണകർത്താവായിരുന്നു മഹാനായ അലക്സാണ്ടർ. हमें मालूम है कि विश्व में जो यूनान जो था उसका जो सम्राट जो शहंशाह था अलेक्जेंडर, सिकंदर उसे कहते हैं हिंदी में सिकंदर. അലക്സാണ്ടർ മുഴു ലോകവും വെട്ടിപ്പിടിച്ചു അവസാനം സിന്ധു നദിയുടെ തീരത്ത് ഭാരതഭൂമിയിലേക്ക് അദ്ദേഹം വന്നു. और हम देखते हैं कि जो सिकंदर है पूरी दुनिया को उसने कब्जा किया, और अंत में जो सिंधु नदी जो भारत देश में वहां आया. ഒരു രാത്രിയിൽ താൻ മധ്യധരണിക്കടലിൽ തന്റെ കപ്പലിന്റെ മുകളിൽ കയറി നിന്ന് പറഞ്ഞു, മഹാസമുദ്രമേ നീ കരയായിരുന്നെങ്കിൽ എന്റെ കുതിരയായ ബ്യൂസിഫാലസിന്റെ കൊളമ്പടികൾ നിന്നെ ചവിട്ടി മെതിക്കുമായിരുന്നു. और वो उसके बाद उस समुद्र के जहाज के ऊपर में खड़ा होकर के ये मन में कहने लगा कि हे समुद्र तेरा कोई किनारा होता तो मेरा जो घोड़ा है जाकर के उसको भी कब्जा कर देता. എന്നാൽ കേവലം 33 വയസ്സുള്ളപ്പോൾ തന്റെ പടക്കളത്തിൽ അല്ലെങ്കിൽ യുദ്ധക്കപ്പലിൽ വെച്ച് മരിക്കുമ്പോൾ അദ്ദേഹം തന്റെ സൈനാധിപരിൽ ഒരുവനായ സെലൂക്യസിനോട് പറഞ്ഞു, മഹാനായ സെലൂക്യസേ ഞാൻ മരിക്കുമ്പോൾ എന്റെ കൈകൾ പെട്ടിയുടെ പുറത്തേക്കിടണമെന്ന് പറഞ്ഞു. और जब वो महान सिकंदर ने कहा कि यदि मेरी मृत्यु इस दुनिया के जब युद्ध के मैदान में होगी और ये सब उसमें मर जाता हूं तो अपने सेनापति सेलूकस से कहा कि मैं मर जाऊं तो मेरे हाथ को तू फैला देना. ഈ സെലൂക്യസ് എന്ന് പറയുന്ന സൈനാധിപൻ ഈ അലക്സാണ്ടറിന്റെ സഹോദരിയായ തെസ്സലോനിക്കയെ വിവാഹം കഴിച്ച മനുഷ്യനായി. और ये जो सेनापति सेलूकस जो है ये सिकंदर की बहन से शादी किया था. അദ്ദേഹം ചോദിച്ചു, മാസ്റ്റർ യജമാനൻ എന്താണ് പറയുന്നത്, അങ്ങ് മരണത്തിന് കീഴടങ്ങുമോ? നോ, ഒരിക്കലും സാധ്യമല്ല, അങ്ങ് മരിക്കത്തില്ല. तो उसने बोला कि हे मालिक, हे स्वामी, क्या बात कर रहे हैं आप? क्या कभी मृत्यु के अधीन में या मृत्यु के कब्जे में हो सकते हैं क्या? അല്ല സെലൂക്യസ്, ഞാൻ മരിക്കാൻ പോകുകയാണ്. ഞാൻ മരിക്കുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണം, എന്റെ ഡെഡ് ബോഡിയുടെ ആ പെട്ടിയുടെ രണ്ട് ഭാഗത്തേക്കും എന്റെ കൈ തുറന്നിടണം. उसने बोला कि सेलूकस मैं मरने जा रहा हूं, मेरे मरने के बाद मेरे जो कफन को है मेरे हाथों को दो तरफ से फैला देना. എന്റെ ഡെഡ് ബോഡി എന്നെ ചികിത്സിച്ച വൈദ്യന്മാരെ കൊണ്ട് നീ ചുമപ്പിക്കണം. और मेरी लाश को जो इलाज किया है वैद्यों के द्वारा उठवाया लदवाना. മാത്രമല്ല ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ വെള്ളിയും പൊന്നും രത്നങ്ങളും എന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ അതിന്റെ മുമ്പിൽ വാരി എറിയണം. और इतना ही नहीं कि जितने मैंने रत्न जितने मैंने सोने चांदी कमाए हैं मेरी लाश जैसे जैसे आगे जाएगी उसमें तू बिखेरते जाना. അപ്പോൾ സെലൂക്യസ് ചോദിച്ചു, എന്തിനാണ് യജമാനൻ അത് ചെയ്യുന്നത്, എന്തിനാണ്? तो सेलूकस ने पूछा, सेनापति ने पूछा कि मालिक स्वामी आप ऐसा क्यों അപ്പോൾ चाहते അദ്ദേഹം हैं? പറഞ്ഞു, ഞാൻ ഫിലിപ്പിയിലെ മഹാനായ ഫിലിപ്പ് രാജാവിന്റെയും ആയതുപോലെ ഒളിമ്പ്യാസിന്റെയും സന്തതിയായിട്ടാണ് ഞാൻ ജനിച്ചത്. तो उसने कहा कि मैं फिलिपी देश और ओलंपिया महादेश का एक प्रतिनिधि होकर के मैं जन्म लिया है. ഞാൻ മുഴു ലോകവും വെട്ടിപ്പിടിച്ചു. मैंने पूरे दुनिया को कब्जा किया. എന്റെ കുതിരയുടെ കൊളമ്പടിയുടെ മുമ്പിൽ രാജാക്കന്മാർ വിറച്ചുപോയി. और मेरे घोड़े के जो पैर है उसमें से राजा लोग डरते थे. എന്നാൽ ഇപ്പോൾ ഞാൻ ഒന്നുമില്ലാത്തവനായി മരിക്കുകയാണ്. लेकिन अभी कुछ भी नहीं, ऐसी हालत में मेरी मृत्यु हो रही है. എന്നോടൊപ്പമുള്ള വൈദ്യന്മാർക്ക് എന്നെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. मेरे साथ मेरे डॉक्टरों को वैद्यों को मुझे बचा नहीं पाए. ഞാൻ സമ്പാദിച്ച വെള്ളിക്കോ പൊന്നിനോ രത്നത്തിനോ എന്നെ രക്ഷിപ്പാൻ കഴിയുന്നില്ല. मेरे द्वारा कमाए सोना चांदी रत्नों मोतियों को मुझे बचा नहीं മുഴു पाया. ലോകത്തിന്റെയും ആധിപത്യം ഒരു മനുഷ്യന്റെ പക്കൽ ഏൽപ്പിച്ചാൽ അവന് സമാധാനവും നീതിയും പ്രത്യാശയും ലഭിക്കുമോ? और यदि एक आदमी को इस दुनिया की पूरी दौलत प्रतिष्ठा देने से
क्या उसको शांति, विश्वास और धार्मिकता मिलेगा क्या? മോട്ടെ മുഴു ലോകത്തെക്കാളും ഏറ്റവും വലിയ അറിവ് നിങ്ങൾക്ക് നേടിയാൽ നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും പ്രത്യാശയും ലഭിക്കുമോ? छोड़िए धन की बात, यदि ज्ञान मिल जाए तो क्या आपको इस प्रकार की बात आपको मिलेगा, शांति ലോകത്തിലെ मिलेगा? ഏറ്റവും പ്രശസ്തനായ സോക്രട്ടീസിനോട് തന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ പ്ലേറ്റോ ചോദിച്ചു, ഗുരു, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യൻ ആരാണ്? और सुकरात करके जो बहुत बड़ा ज्ञानी था, उससे प्लेटो ने पूछा कि इस दुनिया का सबसे बड़ा चीज क्या है? ക്ഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, ശിഷ്യ, മനുഷ്യന്റെ ആയുസ് എണ്ണപ്പെട്ടതാണ്. അതിനപ്പുറം ഈ മനുഷ്യന്റെ ആത്മാവിന് സുരക്ഷിതമായ ഇരിപ്പിടം കണ്ടെത്തിയവൻ ആരാണോ അവനാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാൻ. तो बोला कि वो महान व्यक्ति होगा, एक व्यक्ति की मृत्यु के बाद उसको एक स्थान मिल जाए, उस खोज कर लिया तो वो व्यक्ति सबसे बड़ा ज्ञानी होगा. ആകയാൽ ഈ ലോകത്തിന്റെ ആധിപത്യം ഒരു മനുഷ്യന് സമാധാനവും നീതിയും പ്രത്യാശയും കൊടുക്കത്തില്ല. इसका मतलब है कि एक व्यक्ति को दौलत या शांति, या जो सामर्थ्य है वो किसी को शांति और धार्मिकता नहीं देगा. ലോകത്തിലെ ഈ സമ്പൽ സമൃദ്ധിയോ ജഡിക സന്തോഷങ്ങളോ ഒരു മനുഷ്യന് സമാധാനവും പ്രത്യാശയും കൊടുക്കത്തില്ല. इस संसार में कोई भी शांति और हर चीज जो है संसार का धन उसे नहीं दे सकता. ഈ ലോകത്തിലെ ഉന്നതമായ കലാലയത്തിൽ നിന്ന് നേടിയ ഏറ്റവും വലിയ അറിവ്, പാണ്ഡിത്യം അവന് സമാധാനവും നീതിയും പ്രത്യാശയും കൊടുക്കത്തില്ല. संसार से पाए हुए, कॉलेज से पाए हुए कोई भी ज्ञान उसे शांति नहीं दे सकता है. അവൻ ദൈവത്തെ വിട്ടുപോയപ്പോൾ ഈ മൂന്ന് കാര്യവും ദൈവം അവനിൽ നിന്ന് എടുത്തു മാറ്റിക്കളഞ്ഞു. जिस दिन परमेश्वर से दूर हो गया, ये तीन बात परमेश्वर से उसे दूर कर दिया. ഇനി അവൻ എന്ന് ദൈവത്തിങ്കൽ തിരികെ ചെല്ലുമോ അപ്പോൾ മാത്രമേ അവന് നീതിയും പ്രത്യാശയും സമാധാനവും ലഭിക്കത്തുള്ളൂ. और जिस दिन वो मनुष्य लौट आएगा, उस दिन परमेश्वर से वो शांति, धार्मिकता और भरोसा അവൻ पाएगा. ലോകത്തിൽ എത്ര വലിയ സമ്പൽ സമൃദ്ധിയുള്ളവനാണെങ്കിലും അവൻ സൃഷ്ടാവിങ്കൽ വന്നു ചേരാത്തിടത്തോളം സമയം അവൻ സമുദ്രമധ്യേ പറന്ന് പറന്ന് തളരുന്ന ഒരു പക്ഷിയുടെ അവസ്ഥയാണ് അവന്റെ ആത്മാവിന്റെ അവസ്ഥ. और यदि कि व्यक्ति जितना भी दौलत या समृद्धि या प्रतिष्ठा प्राप्त कर ले, लेकिन वो उस पक्षी के समान है जो समुद्र में तड़पती है. ഒരു പക്ഷി സമുദ്രമധ്യേ പറക്കും തോറും അത് തളർന്നുകൊണ്ടേയിരിക്കും. और एक पक्षी जितना समुद्र के बीच में उड़ती है, उतना ही वो कमजोर हो जाती അതിന് है, മറുകരയിലേക്ക് പറന്നെത്താൻ ഒക്കുന്നില്ല. क्योंकि वो उस किनारे में उड़ नहीं पाती है, അതിനെ ഇരുന്ന് വിശ്രമിപ്പാൻ ഒരു മരക്കൊമ്പില്ല. क्योंकि उसको ठहरने के लिए कोई वृक्ष नहीं है. അതുകൊണ്ട് അതിങ്ങനെ പറന്ന് തളർന്നുകൊണ്ടേയിരിക്കും. और उड़ते उड़ते वो बहुत कमजोर हो जाती है. എന്നാൽ ഒരു മനുഷ്യന്റെ ആത്മാവ് എപ്പോൾ സൃഷ്ടാവിങ്കൽ മടങ്ങി വരുമോ जब एक व्यक्ति की आत्मा जब अपने सृष्टि के पास, सृष्टिकर्ता के पास वापस आता അപ്പോൾ है, അവന് സമാധാനവും പ്രത്യാശയും നീതിയും ലഭിക്കും. उस समय उसको शांति, धार्मिकता और आशा मिलेगी. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. प्रभु के नाम की तारीफ हो. നമുക്ക് നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് മടങ്ങി വരാം. आइए हम अपने वचन के ध्यान पर आ जाएं. നമുക്ക് എങ്ങനെ നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരികെ പോകാം? हम अपने परमेश्वर के पास कैसे लौट आ सकते हैं? യെരമ്യാ പ്രവചനം 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ വരുമ്പോൾ यिर्मयाह की किताब 15 के 19 में पढ़ते हैं, യെരമ്യാവ് പറയുന്നു, ഇസ്രായേലേ മടങ്ങി വരിക, മടങ്ങി വരിക. हे इस्राएल तू लौटा, तू लौटा, നീ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. परमेश्वर की ओर लौटा. നമുക്ക് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ മടങ്ങിപ്പോകാം? हम परमेश्वर के पास कैसे लौट सकते हैं? ഞാൻ പ്രാരംഭരാത്രിയിൽ പറഞ്ഞല്ലോ, ലോകത്തിൽ ഇന്ന് ഒരുപാട് മതങ്ങളും മതഗ്രന്ഥങ്ങളും മതഗുരുക്കന്മാരുമുണ്ട്. जैसे कि मैंने पहली रात में बोला कि इस संसार में बहुत सारे धर्म है, धर्म ग्रंथ है और धर्म गुरु है. അവരെല്ലാവരും സൃഷ്ടാവിങ്കിലേക്ക് പോകുവാനാണ് മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്. सारे लोग कहते हैं कि सभी इस मनुष्य उस सृष्टिकर्ता के पास जाना है. ഒരു മതങ്ങളും മനുഷ്യനെ നരകത്തിലേക്ക് തള്ളിവിടുന്നില്ല. कोई भी धर्म या कोई भी किसी भी जो पंथ है वो मनुष्य को नरक की ओर नहीं ले जाता എല്ലാ है. മതങ്ങളും ഈശ്വരനിലേക്ക് മനുഷ്യൻ മടങ്ങിപ്പോകുവാൻ ആവശ്യപ്പെടുകയാണ്. सारे धर्म सारे ईश्वर के पास ले जाने के लिए मदद करता है. നമുക്ക് എങ്ങനെ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകാം? हम अपने परमेश्वर के पास कैसे लौट सकते हैं? യേശു ഭൂമിയിലിരിക്കുമ്പോൾ ഒരു നാൾ യേശു പറഞ്ഞു, जब यीशु मसीह संसार में तो उन्होंने ऐसे कहा, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. उन्होंने कहा कि मैं मार्ग, सच्चाई और जीवन हूँ. എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകുന്നില്ല. बिना मेरे जरिए कोई पिता के पास पहुंच नहीं पाएगा. യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. यीशु मसीह दुनिया की ज्योति है. യേശു ആടുകളുടെ ഇടയനാണ്. यीशु मसीह भेड़ों का चरवाहा है. യേശു സ്വർഗത്തിൽ നിന്ന്
ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. यीशु मसीह स्वर्ग से आए जीवन की रोटी है. യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. यीशु मसीह दुनिया का उद्धार करता है. യേശു നിത്യതയിലേക്കുള്ള വഴിയാണ്. यीशु मसीह अनंतता का रास्ता है. യേശു അദൃശ്യനായ ദൈവത്തിന്റെ രൂപമാണ്. यीशु मसीह अदृश्य परमेश्वर का स्वरूप യേശു है. സ്ത്രീയുടെ സന്തതിയാണ്. यीशु मसीह उस स्त्री की संतान है. അവൻ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനാണ്. वो महान परमेश्वर का पुत्र है. അവനിൽ കൂടെ മാത്രമേ നമുക്ക് ദൈവത്തിങ്കൽ പോകാനൊക്കത്തുള്ളൂ. उसके जरिए से ही प्रभु के पास हम जा सकते हैं. മനുഷ്യന്റെ സമ്പൽ സമൃദ്ധി അവനെ സ്വർഗത്തിൽ എത്തിക്കത്തില്ല. मनुष्य की धन संपत्ति स्वर्ग नहीं ले जाएगी. മനുഷ്യന്റെ ഉന്നതമായ കലാലയ വിദ്യ അവനെ സ്വർഗത്തിൽ എത്തിക്കത്തില്ല. मनुष्य की कला या विद्या उसे ज्ञान उसे नहीं മനുഷ്യന്റെ जाएगी. അധികാര സ്ഥാനമാനങ്ങൾ അവനെ സ്വർഗത്തിൽ എത്തിക്കത്തില്ല. उसके अधिकार उसकी प्रतिष्ठा उसे नहीं ले जाएगी. ഒരിക്കൽ ഞാൻ കേരളത്തിലായിരിക്കുമ്പോൾ एक बार में जब मैं केरला में था, കേരളയിലെ മുൻപുണ്ടായിരുന്ന ഒരു ഭരണകർത്താവ് ഒരു പ്രധാന വകുപ്പിന്റെ ഒരു മന്ത്രി ഫെയ്ത്തോമിലേക്ക് വന്നു. एक बार जो राष्ट्रीय नेता जो है, मंत्री जो है फेतोम में आया. ആ ഒരു മന്ത്രി ഫെയ്ത്തോമിൽ വന്നു. एक मंत्री जो फेतोम में आया, അദ്ദേഹം യാദൃശ്യമായി വന്നതാണ്. वो इत्तेफाक से आया था. അദ്ദേഹം എന്നോട് ഇങ്ങനെ കുറെ നേരം സംസാരിച്ചുകൊണ്ടേയിരുന്നു. थोड़ी देर मेरे से बात करते रहा. അപ്പോൾ എന്റെ റൂമിൽ ഒരു നല്ല ഫോട്ടോ കിടക്കുന്ന കണ്ടു. तब मेरे कमरे में एक फोटो लगा हुआ ഒരു था വലിയ കപ്പൽ തുറമുഖത്തേക്ക് പോകുന്ന പടമാണ്. और ऐसा एक बहुत बड़ा पानी का जहाज बंदरगाह की ओर जा അപ്പൊ रहा है. അദ്ദേഹത്തോടുകൂടി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, उस मंत्री के साथ उसका प्राइवेट सेक्रेटरी भी ചില था പോലീസ് ഓഫീസർമാരുണ്ട്. और कुछ पुलिस अफसर भी उनके വളരെ साथ में थे. തിരക്കിനിടയിലാണ് അദ്ദേഹം അവിടേക്ക് വന്നത്. बहुत व्यस्तता के बीच में हमसे भेंट करने आए അപ്പോൾ थे. അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഈ പടം എന്താണിത്? तो उन्होंने बोला, पास्टर जी ये चित्र क्या है? ഞാൻ പറഞ്ഞു, സാർ അത് ബൈബിളിലെ ഒരു വാക്യമാണ്. तो मैंने बोला ये बाइबल का एक वचन है. അവരാഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ കൊണ്ടുപോയി എത്തിച്ചു. उसमें लिखा है कि जिस बंदरगाह में उन्होंने आग्रह किया वहां उसने पहुंचा दिया. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. मैं उनसे ऐसी बात कर रहा था തന്നോടുകൂടെ മറ്റൊരു വകുപ്പിലെ മന്ത്രിയുമുണ്ട്. और उसके साथ दूसरे विभाग का भी एक मंत्री उसके साथ അദ്ദേഹം आए थे. പറഞ്ഞു, സാറേ പോകാം സമയം പോയിക്കൊണ്ടിരിക്കുന്നു. तो उन्होंने बोला, मंत्री जी हमें चलते हैं समय हो रहा है. ഉടനെ അദ്ദേഹം ആ സ്നേഹിതന്റെ തോളത്ത് കൊട്ടിയിട്ട് പറഞ്ഞു, और उस अपने बंधु के साथ अपने कंधे में हाथ रखकर कहा, താൻ ഇവിടെ ശാന്തനായി ഇരിക്കടോ. तो बोले कि आप शांति से यहाँ बैठ जाओ. ഇവിടെ ഇരുന്നപ്പോൾ മനസ്സിനൊരു സ്വസ്ഥതയുണ്ടടോ. बोले कि यहाँ जब बैठे तो हमें तो एक तसल्ली मिलती അദ്ദേഹം है. അതിവേഗം പോകാൻ വന്നതാണ്. और क्योंकि दूसरा जो व्यक्ति है वो जल्दी जाने को പക്ഷേ जल्दीबाजी में था. അദ്ദേഹം എന്നോടുകൂടി ഒരു 45 മിനിറ്റ് അവിടെ ഇരുന്നു. और वो मंत्री मेरे साथ तकरीबन 45 मिनट അപ്പോൾ बैठा എന്നോട് रहा. പറയാണ്, ഇവിടെ വന്നിരുന്നപ്പോൾ ഒരു സ്വസ്ഥത എനിക്ക് കിട്ടി. तो बोला कि मैं यहाँ आने के बाद मुझे थोड़ा आराम, मुझे तसल्ली मिला. ഞാൻ പറഞ്ഞു, അത് ദൈവ സാന്നിധ്യത്തിന്റെ വിശ്രാമമാണ്. तो मैंने कहा कि ये परमेश्वर की सानिध्य का विश्राम है. അദ്ദേഹം പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിനായി പ്രാർത്ഥിച്ചു. और जब वो जा रहे थे मैं उनके लिए प्रार्थना किया. ഉടനെ അദ്ദേഹം എന്നോട് പറയാണ്, മിസ്റ്റർ തോമസ് നിങ്ങൾ എത്രയോ ഭാഗ്യവാനാണ്. तो उन्होंने बोले कि मिस्टर थॉमस आप कितने भाग्यवान നിങ്ങൾ हैं, എത്രയോ ഭാഗ്യവാനാണ്. आप कितने धन्य हैं. നിങ്ങളോടുകൂടെ എപ്പോഴും ഈ ദൈവ സാന്നിധ്യം ഉണ്ടോ? क्या ये आपके साथ ऐसा ही परमेश्वर का सानिध्य सदा मिलेगा क्या? അദ്ദേഹം ഒരു വലിയ ഭരണകർത്താവാണ്. वो बहुत बड़ा शासन का मंत्री വലിയ है, സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ട്. उसके पास बड़ी प्रतिष्ठा പക്ഷേ है, തന്റെ ആത്മാവ് ശൂന്യതയിൽ അലിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. लेकिन उसकी आत्मा जो है वो खालीपन में है. പ്രിയ സഹോദരി സഹോദരങ്ങളെ, प्रिय भाई बहनों, നാം സൃഷ്ടാവിങ്കിലേക്ക് തിരികെ പോയാൽ മാത്രമേ यदि अपने सृष्टिकर्ता के पास वापस लौटने से നമ്മുടെ ही ഹൃദയത്തിൽ സമാധാനം ലഭിക്കത്തുള്ളൂ. हमारे दिल में शांति मिलेगी, നമുക്കൊരു നീതി ലഭിക്കത്തുള്ളൂ. हमें एक धार्मिकता मिलेगी നമ്മുടെ ആത്മാവിനൊരു പ്രത്യാശ ലഭിക്കത്തുള്ളൂ. और हमारी आत्मा को एक आशा मिलेगी. ആകയാൽ നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരികെ പോകാം. आइए हम प्रभु के पास लौट आए. യേശു എന്ത് പറയുന്നു? यीशु मसीह क्या कहते ഞാനാണ് हैं? വഴി, मैं रास्ता हूँ, ഞാനാണ് സത്യം, मैं सच्चाई हूँ, ഞാനാണ് ജീവൻ. मैं जीवन എന്നിൽ हूँ. കൂടെ അല്ലാതെ ആരും ദൈവത്തിന്റെ അടുക്കൽ പോകുന്നില്ല. मेरे अलावा कोई मेरे बिना जरिए प्रभु के पास प्रभु के साथ नहीं जा सकता. ലോകത്തിൽ അനേകം മതങ്ങളുണ്ട്, संसार में बहुत सारे धर्म हैं, അനേക മതഗുരുക്കന്മാരുണ്ട്. बहुत सारे धर्म गुरु भी हैं. അവരെല്ലാവരും ചൂണ്ടിക്കാണിച്ചത് ആ വെളിച്ചത്തെയാണ്. और सारे लोगों ने उस ज्योति की ओर इशारा ഞാൻ കഴിഞ്ഞ किया. രാത്രിയിൽ നിങ്ങളോട് പറഞ്ഞല്ലോ, पिछली रात मैंने आपसे कहा യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. यीशु मसीह मसीहों का गुरु नहीं है. ആരും തെറ്റിദ്ധരിക്കരുത്. आप गलतफहमी में न യേശു रहना. ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. यीशु मसीह मसीहों का ईश्वर नहीं है. യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. यीशु मसीह दुनिया का उद्धार करता है, യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. वो जगत का उद्धार करता है. അവൻ
ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ आकाश के नीचे और पृथ्वी के ऊपर മനുഷ്യന് നിത്യതയിലേക്ക് പോയി ചേരുവാൻ मनुष्य को अनंतता में ले जाने के लिए ഒരേ ഒരു മാർഗമേ ഉള്ളൂ. एक ही एक रास्ता, അത് യേശു എന്ന മാർഗമാണ്. यीशु रूपी रास्ता. യേശുവിൽ കൂടെ മാത്രമേ നമുക്ക് പിതാവിന്റെ അടുക്കൽ പോകാൻ ഒക്കൂ. यीशु के जरिए से पिता के पास जा सकते हैं. പ്രാരംഭ രാത്രിയിൽ യേശുവിൽ കൂടെ ലഭിക്കുന്ന ചില കാര്യങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടേ पहले दिन में यीशु मसीह के जरिए से क्या फायदा है उसे हमने ध्यान दिया. പിതാവിങ്കിലേക്ക് പോയി ചേരുവാൻ നമുക്ക് ദൈവത്തിന്റെ കൃപ വേണം. और पिता के पास जाने के लिए परमेश्वर का अनुग्रह चाहिए. അത് യേശുവിന്റെ ജനനത്താലാണ് നമുക്ക് ലഭിച്ചത്. वो यीशु मसीह के जन्म से हमें प्राप्त हुआ है. ആട്ടിടയന്മാരോട് ദൂതന്മാർ എന്താണ് പറഞ്ഞത്? और भेड़ बकरियों के रखवालों से प्रभु ने के दूतों ने क्या बोला? നിങ്ങൾ ചെല്ലുമ്പോൾ जब जाओगे ശീലയിൽ പൊതിഞ്ഞ ഒരു ശിശുവിനെ നിങ്ങൾ കാണും. आप देखेंगे कि घास में लिपटे हुए एक शिशु को, एक बच्चे को ആ पाओगे. രാത്രിയിൽ ആ പട്ടണത്തിൽ അനേകർ ജനിച്ചിട്ടുണ്ട്. उस रात उस शहर में बहुत सारे बच्चे जन्म लिए, പക്ഷേ ശീലയിൽ പൊതിഞ്ഞ ഒരേ ഒരു ശിശുവേ ഉള്ളൂ. लेकिन उस घास में लिपटा हुआ एक ही बच्चा അത് था. നസ്രയനായ യേശുവാ. वो नासरी यीशु था. പൗലോസ് അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? प्रेरित पौलुस उसके बारे में क्या कहते हैं? സമ്പന്നനായവൻ ദരിദ്രനായി തീർന്നു. संपन्न धनी धनवान परमेश्वर दरिद्र हो गया. സമ്പന്നനായവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. धनवान परमेश्वर हमारे लिए कंगाल हो गया. എന്തിന്? किस लिए? നമ്മെ കൃപയിൽ സമ്പന്നരാക്കി തീർക്കുവാൻ. हमें अनुग्रह में संपन्न बनाने के लिए. അപ്പോൾ യേശുവിന്റെ ജനനത്താലാണ് നമുക്ക് കൃപ ലഭിച്ചത്. इसका मतलब यीशु मसीह के जन्म से हमें अनुग्रह मिला ആ है. കൃപയിൽ നിന്ന് കൃപയിലേക്ക് നമുക്ക് വളരാം. इस अनुग्रह से अनुग्रह की ओर बढ़ते ആ जाए. കൃപയാണ് നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. यही अनुग्रह में उद्धार को लेके आया ആ है. കൃപയാലാണ് നാം നിലനിന്നത്. उस उद्धार से आज हम खड़े ആ हैं. കൃപയാലാണ് ദൈവത്തെ ആരാധിച്ചത്. उस अनुग्रह से हम प्रभु की आराधना करते हैं. കൃപയാലാണ് ദൈവത്തിന് വേണ്ടി പ്രയത്നിച്ചത്. उस अनुग्रह से हम प्रभु के लिए कार्य करते ഇനി हैं. യേശു വരുമ്പോൾ ആ കൃപയാലാണ് നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്നത്. और जब यीशु आएगा उस अनुग्रह से हमारा शरीर का रूपांतरण होगा. അതിലുപരിയായി നിത്യതയിലെത്തുമ്പോൾ ആ കൃപയാലാണ് നമുക്ക് ശുഭ്രവസ്ത്രം ലഭിക്കുന്നത്. और उस समय हमें उस अनंतता में, उस नित्यता में हमें श्वेत वस्त्र मिलेगा. അപ്പോൾ യേശുവിന്റെ ജനനത്താൽ നമുക്ക് കൃപ ലഭിച്ചു. यीशु मसीह के जन्म से हमें अनुग्रह मिला. കഴിഞ്ഞ രാത്രിയിൽ യേശുവിന്റെ മരണത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. पिछली रात हम यीशु मसीह की मृत्यु के बारे में चिंतन किए. യേശു മരിച്ചു. यीशु मरा. യേശു ഗെത്സമന തുടങ്ങി ഗോൽഗോത്തായോളം പീഡനം അനുഭവിച്ചു. यीशु मसीह गतसमना से लेके गुलगुता तक उसने पीड़ाओं को, दर्द को सहा. യേശു ഗെത്സമനയിൽ യേശുവിന്റെ രക്തം ഇറ്റിറ്റ് വീണുകൊണ്ടേയിരുന്നു. यीशु मसीह का जो खून है वो गतसमना में बहने लगा. യേശുവിനെ പീലാത്തോസിന്റെ അരമയിൽ കൽത്തളത്തിൽ നിർത്തി അടിക്കുമ്പോൾ അവിടെ യേശുവിന്റെ രക്തം വീണു. पिलातोस के महल में जब उसको मारा गया तो यीशु मसीह का लहू वहां भी बहा. യേശുവിനെ ഗോൽഗോത്തായിൽ ക്രൂശിക്കുമ്പോൾ അവിടെയും യേശുവിന്റെ രക്തം വീണു. और गुलगुता में भी जब यीशु मसीह का क्रूसीकरण किया गया वहां भी उसका लहू बहा. കഴിഞ്ഞ രാത്രിയിൽ ആ രക്തത്തിന്റെ മഹത്വം നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. पिछली रात उस लहू के बारे में हमने चिंतन किया. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. प्रभु की नाम की तारीफ हो. ആ രക്തത്തിന്റെ മഹത്വമാണ് നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നത്. उस लहू की खासियत के बारे में हमने चिंतन ആ किया. രക്തത്താലാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. उस लहू से उसने हमें छुड़ाया ആ है. രക്തത്താലാണ് നമ്മുടെ പാപക്കറകളെ കഴുകിയത്. उस लहू के द्वारा ही हमारी पाप का दाग मिटा दिया गया ആ है. രക്തത്താലാണ് നമ്മുടെ മനസ്സിന് ധൈര്യം നൽകിയത്. उस लहू के द्वारा हमारे मन को हिम्मत और धैर्य ആ मिला है. രക്തത്താലാണ് പ്രതിയോഗിയായ സാത്താനെ നമ്മൾ ജയിച്ചത്. और उस लहू से हमारे विरोधी शैतान को हमने जय ആ प्राप्त किया है. രക്തത്താലാണ് യേശു എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നമുക്ക് നൽകിയത്. और उस लहू के द्वारा अनंतता का सुधार कर उद्धार हमें दिया, ഇന്നും नजात दिया ഇന്നും ആ है. രക്തം നമുക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. आज भी वो लहू हमसे बात करता है. നമ്മുടെ കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു. हमारा यीशु मसीह क्रूस पर मरा. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ जब यीशु मसीह क्रूस में मर रहे യേശു थे അവസാനമായി പറഞ്ഞു, और उसने अंतिम वचन ये बोला, ഫിനിഷ്, എല്ലാം നിവൃത്തിയായി, सब कुछ पूरा हुआ. എല്ലാം നിവൃത്തിയായി. सब कुछ पूर्ण हुआ. വാറ്റത്വം അവിടെ നിവൃത്തിയായി. प्रतिज्ञा वहाँ पूरा हुआ. പ്രവചനം അവിടെ നിവൃത്തിയായി. भविष्यवाणी पूरा हुआ. നിഴലുകളെല്ലാം നിവൃത്തിയായി. छाया रूपी वस्तु सब और वही पूरा
हुआ ന്യായപ്രമാണം നിവർത്തിയായി. और न्याय की व्यवस्था वहाँ पूरा ഇപ്പോൾ हुआ. യേശു എന്താ പറയുന്നത്? अब यीशु क्या कहते हैं? പിതാവേ, സകലതും നിവർത്തിയായി. हे पिता, सब कुछ पूर्ण हुआ. എന്റെ ആത്മാവിനെ ഞാൻ തൃക്കൈയിൽ തരുന്നു. मैं अपनी आत्मा को तेरे हाथ में सौंपता हूँ. യേശു മരിക്കുമ്പോൾ എല്ലാം യേശു കൊടുത്തു. यीशु मसीह जब मर रहे थे सब कुछ उसने सौंप दिया. യേശുവിന്റെ വസ്ത്രം തന്നെ ക്രൂശിച്ച പടയാളികൾക്ക് കൊടുത്തു. और इसने अपने वस्त्र को उसको क्रूस पर चढ़ाए हुए सैनिकों को बांट दिया. യേശുവിന്റെ രക്തം പാപികൾക്ക് വേണ്ടി കൊടുത്തു. यीशु मसीह का लहू उसने पापियों को बंटवारा करके दिया. യേശുവിന്റെ അമ്മ മറിയെ യോഹന്നാന്റെ പക്കൽ കൊടുത്തു. और यीशु मसीह की मां को उसने यूहन्ना के हाथ में सौंप दिया. യേശുവിന്റെ ശരീരം അരിമത്യക്കാരനായ ജോസഫിന്റെ പക്കൽ കൊടുത്തു. और यीशु मसीह अपने शरीर को अरिमथियास जोसेफ के हाथ में सौंप दिया. യേശുവിന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ കൊടുത്തു. और अपने प्राण को पिता के हाथ में दिया. ഒടുവിൽ യേശു തോളിലേക്ക് തലച്ചായി. और ऐसा उसने अपना सिर को कंधे की ओर झुका दिया. എല്ലാം നിവർത്തിയായി. यीशु ने कहा सब कुछ पूरा हुआ. എല്ലാം सब നിവർത്തിയായി. कुछ पूरा हुआ. മാനവരാശിക്ക് പിതാവിങ്കിലേക്ക് മടങ്ങിപ്പോവാനുള്ളതെല്ലാം നിവർത്തിയായി. मनुष्य जाति के पास लौटने की सारी बातें पूरा किया. അവന്റെ ജനനത്താൽ നമുക്ക് കൃപ ലഭിച്ചു. उसके जन्म से हमें अनुग्रह मिला. അവന്റെ മരണത്താൽ നമുക്ക് ആ പുണ്യാഹ രക്തം ലഭിച്ചു. और उसके मृत्यु से उसकी विशेष लहू हमें मिला. യേശു മരിച്ചു. പ്രിയമുള്ളവരെ, प्रिय लोगों, यीशु मसीह मरा. അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടവൻ മരിച്ചു. बहुत लोगों के पाप को लाद कर वो मरा. യേശുവിന്റെ ശിഷ്യന്മാർ പല ഭാഗങ്ങളായിരുന്നു. और यीशु मसीह के चेले लोग अलग अलग थे. യേശുവിനൊരു രഹസ്യ ശിഷ്യനുണ്ടായിരുന്നു. उसका एक गुप्त शिष्य भी था, चेला भी था. രഹസ്യ ശിഷ്യനുണ്ടായിരുന്നു. एक गुप्त चेला था. അദ്ദേഹത്തിന്റെ പേര് അരിമത്യക്കാരനായ ജോസഫ് उसका എന്നാണ്. नाम था अरिमथियस यूसुफ. അദ്ദേഹം അക്കാലത്ത് റോമൻ ഗവർണറുടെ ഒരു മന്ത്രിയാണ്. और वो उस समय रोमी शासन का एक मंत्री था. കർത്താവായ യേശുവിനെ ക്രൂശിച്ചു. यीशु मसीह को क्रूस पर चढ़ाया गया. യോഹന്നാൻ ഒഴികെ എല്ലാ ശിഷ്യന്മാരും യേശുവിനെ വിട്ട് ഓടിപ്പോയി. यूहन्ना को छोड़कर सारे शिष्य उससे भाग गए. അതൊരു വെള്ളിയാഴ്ച वो ദിവസമായിരുന്നു. शुक्रवार का दिन था. അടുത്ത ദിവസം ശബത്ത് ദിനമാണ്. अगला दिन शबत का दिन था. യഹൂദന് പുറത്തിറങ്ങാൻ ഒക്കത്തില്ല. कोई भी यहूदी बाहर नहीं निकल नहीं सकता. അപ്പോൾ ഈ ജോസഫ് പോയി കൈസറെ പിലാത്തോസിനെ കണ്ടു. और तब समय ये अरिमथियास यूसुफ जाकर के पिलातोस से അദ്ദേഹം भेंट किया. പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു, ഇവനൊരു ജൂതനാണ്. और उसने पिलातोस से कहा यही व्यक्ति यहूदी है. ജൂതന്റെ നിയമപ്രകാരം ഇവനെ അടക്കം ചെയ്യണം. और यहूदी मत के मुताबिक इसका दफन करना है. അതുകൊണ്ട് ഈ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരണം. तो बोले कि ये लाश हमें सौंप दीजिए. ഉടനെ കൈസർ ഓർഡർ ഇട്ടു, പിലാത്തോസ് ഓർഡർ ഇട്ടു ഡെഡ് ബോഡി ക്രൂശിൽ നിന്ന് താഴെ ഇറക്കുവാൻ. और उस समय पिलातोस ने आदेश दिया कि इस लाश को क्रूस से उतारा जाए. അവർ ക്രൂശിച്ചയച്ച് യേശുവിന്റെ കൈകാലുകളിൽ നിന്ന് ആണികൾ ഊരി യേശുവിനെ പുറത്തെടുത്തു. और उन लोगों ने सैनिकों लोगों ने सारे कीलों को निकाल करके यीशु मसीह की അപ്പോൾ बॉडी को लाश को उन्होंने निकाल दिया. മറ്റൊരുവൻ വന്നു. उस समय एक व्यक्ति आया. അവന്റെ പേര് നിക്കോദീമസ് उसका എന്നാണ്. नाम था निकोदिमस. അവൻ യഹൂദന്മാരുടെ പ്രമാണിയാണ്. वो यहूदियों का विशेष खास ഇത് नेता രണ്ടും था. യേശുവിന്റെ ये ശിഷ്യന്മാരായിരുന്നു. दोनों यीशु मसीह के शिष्य थे. അപ്പോൾ ഈ നിക്കോദീമസ് ആണ് ഒരു വിശേഷപ്പെട്ട വസ്ത്രവുമായി വന്നു. और उस समय निकोदिमस एक विशेष खास वस्त्र के साथ आया. യേശുവിന്റെ മരണത്തെക്കുറിച്ച് യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് യെശയ്യാവ് പറഞ്ഞു. यीशु मसीह के जन्म के पहले 700 साल पहले यशायाह ने कहा था അവനെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണും. उसको अपराधी के साथ गिना जाएगा. യേശുവിന്റെ ഇടത്തും വലത്തും 2 ദുഷ്പ്രവർത്തിക്കാരുണ്ടായിരുന്നു. यीशु मसीह के दाएं और बाएं में 2 अपराधी रहेंगे. അവനെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണി. उसको इसलिए अपराधी के साथ उसको भी गिना എന്നാൽ അടുത്ത जाएगा. വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? अगले वचन में क्या लिखा है? അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. और उसके मृत्यु के बाद वो संपन्न लोगों के साथ धनी लोगों के साथ അവൻ मिलेगा. മരിക്കുമ്പോൾ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ അവനെ എണ്ണി. और जब वो मरा जाएगा तो अपराधी गिना जाएगा. പക്ഷേ അവൻ അടക്കപ്പെടുമ്പോൾ സമ്പന്നന്മാരോടുകൂടെയാണ് അടക്കിയത്. और जब वो मारा जाए, जब उसको दफनाया जाएगा तो संपन्न लोगों के साथ दफनाया അപ്പോൾ जाएगा. നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ വന്നു. उस समय ये निकोदिमस यीशु के पास आया. വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത് धर्मशास्त्र के पंडित लोग ऐसा कहते हैं. ഇക്കാലത്തെ വില അനുസരിച്ച് इस आज की कीमत की, आज के युग की कीमत के अनुसार 1,56,000 രൂപ വില വരുന്ന ഒരു സുഗന്ധ വസ്തുവുള്ള
വസ്ത്രമാണ് കൊണ്ടുവന്നത്. और 1,56,000 रुपए का कीमत का एक सुगंधित वस्त्र उसने लेके आया. യേശുവിന്റെ ശരീരം അതിൽ പൊതിഞ്ഞു. यीशु मसीह का शरीर उसमें लपेटा गया. അടുത്തതായി ജോസഫ് തന്റെ ശവക്കല്ലറ യേശുവിന് കൊടുത്തു. उसके बाद यूसुफ ने अपने कब्र को यीशु को दिया. അവർ യേശുവിന്റെ ഡെഡ് ബോഡി അതിൽ വെച്ചു. यीशु मसीह का लाश उसमें रखा. അതിന്റെ മുൻപിൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചു. उसके बाद उसके सामने में एक बहुत बड़ा पत्थर लुढ़का दिया गया. വെള്ളിയാഴ്ച സന്ധ്യാദിനമായിരുന്നു. ये शुक्रवार की संध्या का दिन था. അപ്പോൾ യഹൂദന്മാർ പോയി പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. उस समय यहूदी लोग जाकर के पिलातुस से कहे, ഇവൻ ഉയർക്കുമെന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട്. ये पहले ही बोल चुका है कि ये जीव उठेगा. ചിലപ്പോൾ ഇവന്റെ ശിഷ്യന്മാർ ഈ ഡെഡ് ബോഡി മോഷ്ടിച്ചുകൊണ്ട് പോകും. हो सकता है कि उसके चेले लोग उसकी लाश को चुरा लेके അതുകൊണ്ട് जाए. ദയവായി അങ്ങ് ഈ ശവകുടീരം സൂക്ഷിക്കുവാൻ കൽപ്പനയിടേണം. इसलिए बोलो कि आप आदेश देना है कि ये दफन को जो है अच्छी तरह से पहरा दिया അവരുടെ जाए. ആഗ്രഹം പീലാത്തോസ് മാനിച്ചു. और उनकी सारी यहूदियों की आग्रह को पिलातुस ने पूरा किया. പീലാത്തോസ് പടയാളികളെ അയച്ചു. और पिलातुस ने फौजी को भेजा. ആ ഗുഹയുടെ വാതിക്കൽ വലിയൊരു കല്ല് വെച്ചിരിക്കുക. और गुफा के सामने बहुत बड़ा पत्थर रखा हुआ അതിന്റെ था. 4 വശങ്ങളിൽ അവർ ആഴത്തിൽ ആണികൾ അടിച്ചു കയറ്റി. और चारों पत्थरों के अंदर में बड़े खीले लगाकर उसको बांध അതിനുശേഷം दिए. നെടുകയും കുറുകയും അവർ ചങ്ങല വലിച്ചു. और दौर चारों तरफ से उन्होंने चेन लगा दिए. അതിനുശേഷം റോമൻ എംപയറിന്റെ സീൽ മുദ്ര അതിൽ കുത്തി. उसके बाद रोमी सम्राट की सील उस पर लगा दिया ഇനി गया. പീലാത്തോസ് അറിയാതെ ഈ കല്ലറ ആർക്കും തുറക്കാൻ ഒക്കത്തില്ല. पिलातुस की अनुमति से कोई भी इस कब्र को खोल नहीं सकता. അതിനുശേഷം 2 സൈനികർ അവിടെ കാവൽ നിന്നു. उसके बाद पहरा देने के लिए 2 फौजी रखा. അവിടെ 3 സെറ്റ് ആളുകളാണ് കാവൽ നിൽക്കുന്നത്. और 3 झुंड के लोग उसकी पहरा देने ഒന്ന് लगे. പീലാത്തോസ് നിയോഗിച്ച ബലവാന്മാരായ സൈനികർ. और एक जो ये पिलातुस के द्वारा नियुक्त किए सैनिक, അവർ വാളും പരിചയും കുന്തവുമായി കാവൽ നിൽക്കുക. वे लोग तलवार के साथ और सारे औजार के साथ तैयार थे. 2 സൈന്യനിര സംഘം നിയമിച്ച പള്ളി പോലീസുകാർ और उसके बाद जो है वो जो मंदिर के पुलिस लोग, അവർ വന്ന് അവിടെ കാവൽ നിൽക്കുക. वे लोग उसको पहरा देने लगे. മൂന്നാമത് അവിടെ കാവൽ നിൽക്കുന്ന ആരാണെന്നറിയാമോ? तीसरे पहरा देने वाला कौन है? സ്വർഗത്തിലെ സൈന്യത്തിന്റെ അധിപനായ മീഖായേലും അവന്റെ സൈനിക ഗണവും ആ കല്ലറയ്ക്ക് കാവൽ നിൽക്കുക. दूत के जो महान जो है मिखाएल और उसके स्वर्गदूत के झुंड उसको पहरा കാര്യം ഈ दिए. ശരീരത്തിൽ സാത്താന് തൊടാൻ അനുവാദമില്ല. इसलिए शैतान उस देह को छू नहीं पाएगा. 2 റോമൻ പടയാളികൾ കാവൽ നിൽക്കുന്നു. 2 रोमी सैनिक लोग वहाँ खड़े ഇതാ हैं. പള്ളി പ്രമാണികൾ നിയോഗിച്ചവർ കാവൽ നിൽക്കുന്നു. मंदिर के द्वारा नियुक्त किए लोग पहरा दे रहे हैं. അതിലുപരിയായി സ്വർഗത്തിലെ സൈന്യത്തിന്റെ അധിപതിയായ മീഖായേലും അവന്റെ സൈന്യവും കാവൽ നിൽക്കുന്നു. और इतने स्वर्गदूतों का अधिपति मिखाएल और उसकी सेना पहरा देती है. സമയങ്ങൾ ഇങ്ങനെ കടന്നു പോകുകയാണ്. समय ऐसा गुजरता गया. യേശുവിന്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോയി. और यीशु मसीह की आत्मा जो है अधोलोक में गया. യേശുവിന്റെ ശരീരം കല്ലറയിലിരിക്കുക. यीशु मसीह की लाश उस कब्र में था. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം വന്നു. सप्ताह के पहला दिन में പിതാവായ ദൈവം യേശുവിനെ വിളിച്ചു. पिता परमेश्वर ने यीशु को बुलाया. യേശു കല്ലറ വിട്ട് പുറത്തു വന്നു. यीशु मसीह कब्र छोड़कर बाहर आया. കല്ലറകൾ പൊട്ടിത്തെറിച്ചു. सब टूट गया കല്ലവിടെ നിന്ന് ഉരുണ്ടുമാറി. और पत्थर लुढ़क गया. യേശു പുറത്തു വന്നു. यीशु बाहर आया. യേശുവിനെ പിതാവ് വിളിച്ചു വരുത്തി. यीशु मसीह ने पिता को बुलाया. വിശുദ്ധ പൗലോസ് ലേഖനം എഴുതുമ്പോൾ प्रेरित पौलुस यो कहते हैं, അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് उन्होंने ऐसा लिखा, ആടുകളുടെ വലിയിടയനായ യേശുവിനെ और यीशु मसीह जो चरवाहों का प्रधान है, പിതാവായ ദൈവം വിളിച്ചു വരുത്തി. पिता परमेश्वर ने उनको बुलवाया है. യേശു മരണം വിട്ട് ഉയർത്തു വന്നു. यीशु मसीह मृत्यु छोड़कर जी उठा. സൈനികർ ഓടി ഒളിച്ചു. और सारे सेना लोग छुप गए. യേശു മരണം വിട്ട് ഉയർത്തു. यीशु मसीह मृत्यु छोड़कर जी उठा. യേശുവിനെ തേടി ചെല്ലുന്ന മറിയത്തോട് യേശു പറഞ്ഞു, यीशु मसीह को खोज कर आए मरियम से उन्होंने कहा, ഞാൻ മരണം വിട്ട് ഉയർത്തിരിക്കുന്നു. मैं मृत्यु से अब जी उठा തുടർന്ന് हूँ. യേശു ഈ ഭൂമിയിൽ 40ഓളം ദിനമുണ്ടായിരുന്നു. उसके बाद यीशु मसीह 40 दिन तक इस संसार में തന്റെ थे. പ്രവൃത്തികളെല്ലാം തികച്ചു. अपने सारे कार्य को पूरा किए. അവസാനം ശിഷ്യന്മാരെ എല്ലാം വിളിച്ചു വരുത്തി. अंत में अपने चेलों को തന്റെ बुलाया ആണിപ്പഴുതുള്ള കരമുയർത്തി അവരെ അനുഗ്രഹിച്ചു. और अपने जो कीले लगे हाथों से उसके आशीष किया. ആണിപ്പഴുതുള്ള കരമുയർത്തി അവരെ
അനുഗ്രഹിച്ചു. और उस हाथ से उनको आशीष किया. നിങ്ങൾ പോകുവീൻ, आप जाइए. ക്രൂശിൽ ഞാൻ നേടിയെടുത്ത രക്ഷയുടെ സുവിശേഷം സകല ജാതികളോട് നിങ്ങൾ പ്രസംഗിക്കുക. क्रूस में कमाए हुआ उस उद्धार को सारी दुनिया को आप जाकर നിങ്ങൾ सिखाइए. സകല സൃഷ്ടികളോടും പ്രസംഗിക്കുക. सारी सृष्टि से आप बताइए. ലോകാവസാനത്തോടെ എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കാം. दुनिया के अंत तक मैं तुम्हारे संग रहूंगा. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക. जैसा पिता ने मुझे भेजा मैं आपको भेजता हूँ. നിങ്ങൾ പുറപ്പെട്ടു സകല ജാതികളോടും പ്രസംഗിക്കുക. जाकर के सारे जातियों से सुसमाचार सुनाओ. വിശ്വസിക്കുന്നവനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്റെ ശിഷ്യനാക്കിക്കൊള്ളു. और जो विश्वास करते उसे पिता पुत्र पवित्र आत्मा के नाम से बपतिस्मा देकर के मेरा चेला बनाओ. വിശേഷ യേശു സ്വർഗാരോഹണം ചെയ്തു. उसके बाद उसने यीशु मसीह ने स्वर्गारोहण किया. ശിഷ്യന്മാരെല്ലാം ആകാശത്തിലേക്ക് നോക്കി. सारे चेले लोग आकाश की ओर देखने लगे. അവർ അവസാനം കണ്ടത് യേശുവിന്റെ കാൽപ്പാടിലെ മുറിവുകളായിരുന്നു. अंत में सिर्फ यीशु मसीह के पैरों के जख्म ആ दिखे. മുറിവേറ്റ കാലുകളോടെ യേശു സ്വർഗത്തിലേക്ക് പോയി. उस जख्म के साथ यीशु मसीह स्वर्गारोहण किया. ശിഷ്യന്മാരെല്ലാം വ്യാകുലപ്പെട്ട് നിൽക്കുകയാണ്. शिष्य लोग सारे लोग व्याकुल हो गए. രണ്ട് ദൂതന്മാർ പ്രത്യക്ഷനായി പറഞ്ഞു, ഭയപ്പെടേണ്ട, അവൻ വീണ്ടും വരും. उसके बाद दो स्वर्गदूतों ने बोला कि डरना नहीं, वो वापस നമ്മുടെ आएंगे. യേശു ഉയർത്ത് പിതാവിന്റെ അടുക്കൽ പോയി. हमारा यीशु जी उठ करके प्रभु के पास गया है. യേശു പിതാവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ जब यीशु मसीह पिता के पास गए ദൂതന്മാരെല്ലാം ആർത്തു വിളിക്കാൻ തുടങ്ങി. और सारे दूत लोग खुशी मनाने लगे. ദൂതന്മാരെല്ലാം ആർത്തു വിളിക്കുക. उन्होंने सारे लोग खुशी मनाए. ഒരു വലിയ സൈനാധിപൻ और एक बड़ा सेनापति ഒരു ശത്രു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി. और ये सारे लोगों पर उसने कब्जा किया അവന്റെ സമ്പത്തുകളെല്ലാം കൊള്ളയിട്ട് और सारे संपत्ति को उसने लूट कर അവൻ മടങ്ങി വരുമ്പോൾ जब वापस आता है, ഓ ദേശസ്നേഹികൾ രാജ്യസ്നേഹികൾ അവനെ സ്വീകരിക്കും പോലെ जब सारे देश के लोग उसको जो स्वीकार करते നമ്മുടെ हैं, കർത്താവായ യേശു സ്വർഗത്തിലേക്ക് ചെന്നു. हमारा प्रभु यीशु मसीह स्वर्ग में गया ദൂതന്മാരെല്ലാം ആർത്തുപാടി. और सारे स्वर्गदूत लोग आनंद के गीत गाने लगे. മൂപ്പന്മാർ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് सारे प्राचीन लोग उस सिंहासन से उठ गए. അവർ കിരീടമൂരി യേശുവിന്റെ മുൻപിൽ വെച്ചു. अपना मुकुट धो करके यीशु के पास അവർ रखे. യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. यीशु मसीह को आनंद के साथ स्वीकार किए. കുഞ്ഞാടേ നീ യോഗ്യനാണ്, ए मेमना तू योग्य है. കുഞ്ഞാടേ നീ യോഗ്യനാണ്, ए मेमना तू योग्य है. നീ അറുക്കപ്പെട്ടു, तू घात किया गया. നീ സ്തുതിക്ക് യോഗ്യനാണ്, तू स्तुति के योग्य നീ है. ന്യായം വിധിപ്പാൻ യോഗ്യനാണ്, धार्मिकता करने के लिए योग्य है. മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യനാണ്. मोर तोड़ने के लिए योग्य है. പിതാവിന്റെ വലത്തുവശത്തേക്ക് യേശു പോയി. ये पिता के दाहिनी ओर यीशु गया. പിതാവായ ദൈവം എന്ത് ചെയ്തു? पिता परमेश्वर ने क्या किया? യേശുവിനെ സിയോനിലെ രാജാവാക്കി. यीशु मसीह को सियोन का राजा बनाया. യേശു ഇപ്പോൾ സിയോനിൽ രാജാവത്രേ. यीशु मसीह सियोन का राजा है. നമ്മുടെ യേശു ഇപ്പോൾ എവിടെയാണ്? हमारा यीशु कहाँ है? യേശു സിയോനിലെ രാജാവ്. यीशु सियोन का राजा എത്ര है. ദൈവമക്കൾ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? യേശു സിയോനിലെ രാജാവ്. यीशु सियोन का राजा है. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. യേശു സിയോനിലെ രാജാവ്. यीशु मसीह सियोन का राजा है. അവൻ പുനരുദ്ധാനം പ്രാപിച്ച് സിയോനിൽ രാജാവായപ്പോൾ जब पुनरुत्थान पाकर के सियोन का राजा हुआ, നമുക്ക് ദാനങ്ങളെ ലഭിച്ചു. हमको उसने दान दिया. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് പിതാവിങ്കലേക്ക് പോകേണ്ടതിന് നമുക്ക് സ്വർഗത്തിലെ ദാനം और ആവശ്യമാണ്. आज हम ये चिंतन करेंगे कि स्वर्ग में जाने के लिए हमें क्या दान चाहिए. അവന്റെ ജനനത്താൽ നമുക്ക് കൃപ ലഭിച്ചു. उसके जन्म से हमें अनुग्रह मिला. അവന്റെ ക്രൂശ് മരണത്താൽ വിലപ്പെട്ട രക്തം നമുക്ക് ലഭിച്ചു. उसके क्रूसीकरण से उसका बहुमूल्य लहू हमें അവൻ मिला. പുനരുത്ഥാനം പ്രാപിച്ച് പിതാവിന്റെ അടുക്കൽ ചെന്ന് രാജ്യത്വം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ദാനങ്ങളെ ലഭിച്ചു. और जब वो दाहिनी ओर में पिता के पास बैठा तो उससे हमें दान मिला. അത് യാദൃശ്യമായ സംഭവമല്ല. ये कोई इत्तेफाक से नहीं हुआ. യേശു ജനിക്കുന്നതിന് 950 വർഷം മുമ്പ് ये यीशु मसीह जन्म के 950 साल पहले ഭക്തനായ ദാവീദ് അതിനെക്കുറിച്ച് പാടിയിരുന്നു. और उसने भक्त दावीद ने ऐसा भजन गाया. 68 സങ്കീർത്തനം 18 വാക്യത്തിൽ വരുമ്പോൾ और जब 68 के 18 में आते हैं भजन, അവിടെ ദാവീദ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. वहाँ दावीद ने ऐसा कहा है, അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് കയറിപ്പോയി. सारे बंधुओं को लेकर के स्वर्गलोक में गया. അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് കയറിപ്പോയി. और सारे बंधुओं को ऊपर की ओर लेके गया. അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. मनुष्यों को दान दिया. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ जब प्रेरित पौलुस एफिसियों को पत्री लिखता है, എഫെസ്യ ലേഖനം 4 അധ്യായം 8 വാക്യം
വാക്യം और इफिसी 4:8 में हम देखते हैं, അവിടെ പൗലോസ് പറയുന്നു, वहाँ प्रेरित पौलुस बोलते हैं, ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് പോയി सारे बंधुओं को ऊपर की ओर ले गया, അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. मनुष्यों को दान दिया അവന്റെ है, ജനനത്താൽ നമുക്ക് കൃപ ലഭിച്ചു. उसके जन्म से हमें अनुग्रह मिला അവന്റെ है, മരണത്താൽ നമുക്ക് രക്തം ലഭിച്ചു. उसके मृत्यु से हमें लहू मिला അവൻ है, രാജ്യത്വം പ്രാപിച്ചപ്പോൾ നമുക്ക് ദാനങ്ങളെ ലഭിച്ചു. पिता की दैनी ओत मिला, हमें दान मिला है। യേശു എന്തു പറയുന്നു? यीशु मसीह क्या बोलते हैं? എന്നിൽ കൂടെ അല്ലാതെ मेरे बिना ആരും പിതാവിന്റെ അടുക്കൽ പോകുന്നില്ല. कोई भी पिता के पास पहुंच नहीं सकता, നമുക്ക് പിതാവിന്റെ അടുക്കലേക്ക് പോകണം. हमको पिता के पास जाना है। അതിന് നമുക്ക് എന്താണ് ആവശ്യം? उसके लिए क्या आवश्यक है? ഒന്ന് കൃപ ആവശ്യമാണ്. एक अनुग्रह जरूरत है, രണ്ട് യേശുവിന്റെ രക്തം ആവശ്യമാണ്. दूसरा उसका लहू जरूरत മൂന്ന് है, ദൈവത്തിന്റെ ദാനം तीसरा ആവശ്യമാണ്. प्रभु का दान हमें चाहिए। ദൈവത്തിന് മഹത്വം प्रभु के ഉണ്ടാകും. नाम की तारीफ हो। പുരാതന കാലത്ത് പുതിയ രാജാക്കന്മാർ രാജ്യത്വം ഏൽക്കുമ്പോൾ जब पुराने जमाने में जब कोई आदमी इंसान जब राजा बनता है, രണ്ട് കാര്യം സംഭവിക്കും. दो घटनाएं होती है, ഒന്ന്, വർഷങ്ങളായി ജയിലറയിൽ കിടക്കുന്ന കുറ്റവാളികളിൽ ഒരു ഭാഗത്തെ വിട്ടയക്കും. और बहुत सारे लोग जो जेल में रहते हैं उन लोगों को छुड़ाया जाता है, അതുപോലെ രാജ്യസ്നേഹികളായ സൈനാധിപന്മാർക്കും പോലീസ് ഓഫീസറിനും ഒക്കെ പാരിതോഷ്യം കൊടുക്കും. और उसके बाद सारे सैनिक लोगों को, पुलिस लोगों को इनाम तोहफा दिया जाता നമ്മുടെ है। ഭാരതത്തിലെ സ്വാതന്ത്ര്യ ദിനം അത് ചെയ്യാറുണ്ടല്ലോ. और हमारे जब आजादी का दिन है, स्वतंत्रता दिन में ऐसा ही होता നിങ്ങൾ है। സൗദി അറേബ്യയിലേക്ക് പോയാൽ जब आप सऊदी अरब में जाएंगे, അവിടെ രാജ്യഭരണമാണ് നിലനിൽക്കുന്നത്. वहाँ अभी भी राजाओं का शासन है। ആ രാജ്യഭരണത്തെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ जब उस राजाओं के शासन के बारे में हम पढ़ते हैं, പുതുതായി ഒരു രാജകുമാരൻ രാജ്യത്വം ഏൽക്കുമ്പോൾ मान लीजिए एक नया राजकुमार वहाँ नियुक्त होता है, അപ്പോൾ तो രണ്ട് കാര്യം ചെയ്യും. वो दो बातें करता ഒന്ന്, है। ജയിലറയിൽ അടയപ്പെട്ട കുറ്റവാളികളിൽ ഒരു ഭാഗത്തെ വിട്ടയക്കും. उसके बाद बंदीगृह में जितने लोग कैदी है उसमें से एक भाग को छुड़ा देते हैं, രണ്ടാമത് രാജ്യസ്നേഹികൾക്ക് ദാനങ്ങളെ കൊടുക്കും. और उतना नहीं कि देश के लोगों को वो दान और ഇത് तोहफा देता ആരിൽ है। നിന്ന് കണ്ടുപഠിച്ചതാണ്? ये किसमें से देखे उन्होंने? ഇത് സ്വർഗത്തിലെ രാജാവിൽ നിന്ന് ये കണ്ടുപഠിച്ചതാണ്. स्वर्ग के राजा से उन्होंने सीखा है। നമ്മുടെ യേശു സിയോനിൽ രാജാവായപ്പോൾ हमारा जब यीशु सियोन में राजा बना, അതിനു മുൻപേ അവൻ ബദ്ധന്മാർക്ക് വിടുതൽ കൽപ്പിച്ചു. उससे पहले कैदियों को, बंधुओं को छुड़ाया। ആരായിരുന്നു ഈ ബദ്ധന്മാർ? ये बंधु लोग कौन थे? ഇത് പഴയ നിയമത്തിൽ മരിച്ചുപോയ വിശുദ്ധന്മാരെ ആത്മാക്കളാണ്. ये पुराने नियम में मरे हुए संत लोगों की आत्माएं हैं। അവരെല്ലാം ഭൂമിയുടെ അധോഭാഗങ്ങളിലായിരുന്നു. ये सारी आत्मा पृथ्वी के अधोलोक में थी, യേശു അതിന് ആ അബ്രഹാം പിതാവിന്റെ മടി എന്നാണ് വിശേഷിപ്പിച്ചത്. और उसके बारे में यीशु मसीह कहते हैं ये तो इब्राहिम की गोद था। യേശു മരിച്ചപ്പോൾ പാതാളത്തിലേക്ക് പോയി. यीशु मसीह मरने के बाद अधोलोक में गया। എന്തിനു വേണ്ടി? इसलिए അവിടെയുള്ള പിതാക്കന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ. वहाँ के पिताओं को छुटकारा देने के लिए യേശു പാതാളത്തിലേക്ക് പോയി. यीशु मसीह अधोलोक में गया। പൗലോസ് പറയുന്നവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. प्रेरित पौलुस कहता है कि पृथ्वी के निचले स्तरों पर गया। എന്തിന്? इसलिए ബദ്ധന്മാരെ വിടുവിക്കുവാൻ. बंधुओं को छुड़ाने के लिए। ആരാണ് ഈ ബദ്ധന്മാർ? ये बंधु लोग कौन ആദാം है? തുടങ്ങി യോഹന്നാൻ വരെയുള്ള കാലത്ത് മരിച്ച നീതിമാന്മാർ. और जो लोग आदम से लेकर यूहन्ना बपतिस्मा लोग के बीच में दिए हुए धर्मी लोग, അവരുടെ എല്ലാ ആത്മാക്കൾ പർദീസയിൽ ഉണ്ടായിരുന്നു. इन सारे आत्माओं जो है वो स्वर्गलोक में थी। യേശു പാതാളത്തിലേക്ക് പോയി. यीशु मसीह अधोलोक में गया। യേശു പാതാളത്തിൽ ചെല്ലുമ്പോൾ जब वो अधोलोक में गया, ഓ ദാവീദിന്റെ ഒരു സങ്കീർത്തനം നിവർത്തിയായി. वहाँ भजन संहिता पूरा हुआ। യേശു ക്രൂശിക്കപ്പെടുന്നതിന് यीशु मसीह क्रूस करते समय 950 വർഷങ്ങൾക്ക് മുൻപ് 950 साल पहले ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ പാടുകയാണ്. दाऊद ने भजन संहिता में गाया, പണ്ടേയുള്ള വാതിലുകളെ, पुराने द्वारों, പണ്ടേയുള്ള വാതിലുകളെ, पुराने द्वारों, നിങ്ങൾ ഉണർന്നിരിപ്പീൻ. तुम जागृत रहना, ഇതാ മഹത്വത്തിന്റെ രാജാവ് വരുന്നു. महिमा का राजा आ रहा है। ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ്? महिमा का राजा कौन അത് है? വീരനായ ദൈവമാണ്. वो वीर यीशु है। യേശു പാതാളത്തിലേക്ക് പോയി. यीशु अधोलोक में गया, അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് കയറി. सारे बंधुओं को लेकर ऊपर तक चढ़ा, അവൻ സിയോനിൽ രാജാവായി. सियोन में राजा बना। അപ്പോൾ നമുക്ക് ദാനങ്ങളെ ലഭിച്ചു. उसके बाद उसने तोहफे और दान സ്വർഗ്ഗം दिए। നമുക്ക് തന്ന ദാനങ്ങൾ
ദാനങ്ങൾ എന്താണ്? स्वर्ग ने क्या दान दिया है? വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ വരുമ്പോൾ प्रेरित प्रकाशित वाक्य 7 के 10 में पढ़ते हैं, അവിടെ ഇതാ ആത്മാവ് പറയുന്നു, वहाँ आत्मा कहता है രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. उद्धार प्रभु का दान है, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. उद्धार प्रभु का दान ഓ, है। യേശു സിയോനിൽ രാജാവായപ്പോൾ जब यीशु सियोन में राजा बना തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ സഭയ്ക്ക് ദാനങ്ങളെ കൊടുത്തു. और उसने कमाए हुए कलीसिया को उसने दान दिया। എന്താണ് കൊടുത്ത ദാനം? क्या उसने दान दिया? ഒന്ന്, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. और उद्धार जो प्रभु का दान है। വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം और प्रकाशित वाक्य 7 के 10 में पढ़ते हैं, വായിച്ചാട്ടെ. पढ़िए। എന്നുള്ള സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രക്ഷ ദാനം ദൈവത്തിന്റെ ദാനമാണ്. यहाँ लिखा कि उद्धार प्रभु का दान രക്ഷ है। ദൈവത്തിന്റെ ദാനമാണ്. उद्धार हमारे लिए दान है। രക്ഷിക്കപ്പെട്ടവരെ, നിങ്ങളുടെ രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. उद्धार पाए हुए लोगों, उद्धार आपके लिए दान ഈ है। രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ये उद्धार बोलने से क्या ഈ है? രക്ഷയ്ക്ക് 4 വശങ്ങളുണ്ട്. ये उद्धार की 4 पहलू ഒന്ന്, है। യേശു രക്ഷയാണ്. यीशु मसीह स्वयं उद्धार है। യേശു ശിശുവായിരിക്കുമ്പോൾ जब यीशु मसीह शिशु थे, ഒരു बच्चे थे, ദിവസം യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. यीशु मसीह को उन्होंने मंदिर में लेके അവിടെ गए। വയോധ്യനായ ഒരു മനുഷ്യനുണ്ടായി. वहाँ एक बूढ़ा व्यक्ति था, അവന്റെ പേര് ശിമിയോൻ उसका എന്നായിരുന്നു. नाम था शिमोन। ശിമിയോൻ യേശുവിനെ എടുത്തിട്ട് പറഞ്ഞു, शिमोन जो यीशु को उठा करके बोला, നാഥാ, സകല ജാതികൾക്ക് ഒരിക്കൽ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ. बोले कि हे परमेश्वर, सारे जातियों को देना उद्धार मैं अपने आंखों से देखा हो। യേശു രക്ഷയാ. इसका मतलब यीशु उद्धार है। രക്ഷയുടെ രണ്ടാമത്തെ വശം ഏതാണ്? दूसरा पहलू क्या അത് है? ശിക്ഷയിൽ നിന്നുള്ള ഒഴിവാണ്. और वो दंड से मुक्ति ഇതിന് है। സാൽവേഷൻ എന്നാണ് പറയുന്നത്. इसको हम उद्धार कहते हैं। ഇതൊരു ലാറ്റിൻ വാക്കായിരുന്നു. ये एक लैटिन शब्द है। സാൽവേഷൻ എന്ന് പറഞ്ഞാൽ सैल्वेशन बोलने से അതിന് രണ്ടർത്ഥമുണ്ട്. 2 भाग है उसका। ഒന്ന്, ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവ് കിട്ടി. एक तो है आपको दंड से मुक्ति मिल गया। ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. एक व्यक्ति यीशु में होने से वो नया सृष्टि हो जाता है। പഴയത് കഴിഞ്ഞുപോയി. पुराना सब चला गया। നാം ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. हम एक नया सृष्टि बन जाते हैं। നമ്മുടെ ശിക്ഷ നമ്മളെ വിട്ടൊഴിഞ്ഞുപോയി. हमारा दंड हमसे दूर चले जाता അതാണ് है। ഒന്നാമത്തെ ഭാഗം. वो पहली भाग है। രണ്ടാമത്, दूसरी बात, പുരാതന കാലത്ത് पुराने जमाने में നാവികർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ जो जब नाविक लोग जब जहाज में ചില यात्रा करते हैं, കപ്പലുകൾ ആഴത്തിൽ മുങ്ങിപ്പോകും. और जो जो जहाज है वो गहरे समुद्र में डूब ചില जाता है। കപ്പലുകൾ കടൽ ചുഴിയിൽപ്പെട്ട് ആഴത്തിൽ മുങ്ങിപ്പോകും. और बहुत सारे जो जहाज आंधी में फंस कर डूब जाते ഉടനെ हैं, ആ കപ്പലിനെ ഉപേക്ഷിക്കത്തില്ല. और उस समय वो जहाज को छोड़ते नहीं അപ്പോൾ है। ഈ നാവികർ പോയി വലിയ കപ്പലുകൾ കൊണ്ടുവരും. और उसके बाद ये नाविक लोग करके बड़े जहाज को लेके आते हैं। അതിൽ കപ്പിയും കയറും ഉപയോഗിച്ച് उसके बाद वो रस्सी के द्वारा ഈ ആഴത്തിൽ മുങ്ങിപ്പോയ കപ്പലിനെ അവർ പൊക്കിയെടുക്കും. और जो गहरे में डूब गया उस नाव या उस जहाज को उठा लेते हैं। അതിനുശേഷം ഈ കപ്പലിനെ ഒരു നല്ല തുറമുഖത്ത് കൊണ്ടുപോയി എത്തിക്കും. और उसके बाद ये इस डूबे जहाज को बंदरगाह में या किनारे लेके അവിടെ जाते കൊണ്ടുപോയി हैं। അതിന്റെ കേടുപാടുകളെല്ലാം മാറ്റും. किनारे में ले जाकर उसकी साफ सफाई करते हैं। അതിന് അക്കാലത്ത് അവർ ഉപയോഗിച്ച വാക്ക് സാൽവേഷൻ എന്നായിരുന്നു. और उस समय उन्होंने ये शब्द साल्वेशन नामक शब्द उसके लिए उपयोग किया। ഒന്ന്, യേശു രക്ഷയാ. यीशु मसीह उद्धार है। രണ്ട്, നരകത്തിൽ നിന്നുള്ള ഒഴിവ് രക്ഷയാ. दूसरा दंड से मुक्ति है। മൂന്ന്, ദൈവത്തിന്റെ കരങ്ങളാൽ പണിയപ്പെടുന്നത് രക്ഷയാ. और तीसरा परमेश्वर के हाथों से बनाए वाला വീണ്ടും रक्षा है। വിശുദ്ധ പത്രോസ് പറയുക, प्रेरित पत्रोस कहते അവൻ हैं നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു, അത് രക്ഷയാ. आपके लिए वो धीरज धरता है, वो भी उद्धार है। വീണ്ടും യെശയ്യാ പ്രവാചകൻ പറയുന്നു, एशिया नबी कहता है, സിയോൻ പുത്രിയേ, നിന്റെ രക്ഷ വരുന്നു. सियोन के कुमारियों तुम्हारा उद्धार आता നമ്മുടെ है। ശരീരത്തിന്റെ രൂപാന്തരം രക്ഷയാ. हमारा शरीर का परिवर्तन रूपांतरण उसकी रक्षा ഇതെല്ലാം उद्धार है। ദൈവത്തിന്റെ ദാനമത്രേ. ये सब प्रभु का दान है। യേശു ദൈവത്തിന്റെ ദാനമാണ്. यीशु प्रभु का दान ഓ, है। നിങ്ങളുടെ ശിക്ഷ ഒഴിവായത് ദൈവത്തിന്റെ ദാനമാണ്. वो प्रभु का दान है कि आपके दंड निकल गया നിങ്ങളോട് है। ദീർഘക്ഷമ കാണിച്ചത് ദൈവത്തിന്റെ ദാനമാണ്. आपके ऊपर धीरज रखा है, वो प्रभु का दान യേശു है। വരുമ്പോൾ നിങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടുന്നത് ദൈവത്തിന്റെ ദാനമാണ്. जब यीशु आएगा आपका शरीर रूपांतरण उसका दान അവൻ है। ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് പോയി. सारे बंधुओं को लेकर स्वर्गराज में गया। അവൻ ദാനങ്ങളെ കൊടുത്തു. वो उसने दानों को दिया। ഒന്നാം
ഒന്നാമത്തെ ദാനം രക്ഷയാ, पहला दान उद्धार है രണ്ടാമത്തെ ദാനം ഹോളി സ്പിരിറ്റ്, और दूसरा दान है पवित्र आत्मा है। അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ प्रेरितों के काम में पढ़ते हैं, അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് പറയുകയാ, प्रेरित पत्रोस यूं बोलता है, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുവിൻ, आप मन फिरा करके बपतिस्मा लेना, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. जब पवित्र आत्मा रूपी दान आपको मिलेगा। അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് പോയി, सारे कैदियों को ऊपर लेके गया, അവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. मनुष्यों को दान दिया। എന്താണ് ആ ദാനം? वो दान क्या है? രക്ഷ ദൈവത്തിന്റെ ധനമാ, उद्धार यीशु का दान है, രക്ഷ ദൈവത്തിന്റെ ധനമാ, उद्धार यीशु का दान है, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാ. पवित्र आत्मा परमेश्वर का दान है। അഭിഷേകം പ്രാപിപ്പാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ यदि कोई पवित्र आत्मा पाना चाहता है तो മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. आप प्रभु से प्रार्थना कीजिए, അത് ദൈവത്തിന്റെ ദാനമാണ്. क्योंकि प्रभु का दान है वो। നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് അത് ദാനമായി തരും. निश्चय आपको दान के तौर पर देगा। ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരണം. वो पवित्र आत्मा आपके ऊपर आना ഈ है। പരിശുദ്ധാത്മാവിനെ യേശു ഉയരത്തിലെ ശക്തി എന്നാണ് പറഞ്ഞത്. और इस पवित्र आत्मा को प्रभु ने कहा कि ये ऊपर की शक्ति ഇത് है, ഉയരത്തിലെ ശക്തിയാ. ये ऊपर की शक्ति सामर्थ्य ഈ है। ഉയരത്തിലെ ശക്തി നമ്മിൽ വന്നാൽ जब ऊपर की सामर्थ्य हम पर आने से മരുഭൂമി പോലുള്ള നമ്മുടെ മനസ്സ് ഉദ്യാനം പോലെ ആയിത്തീരും. हमारा जो है मरुस्थल जैसा दिल जो है वो उद्यान बन जाएगा। ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് പാപത്താലും ദുഷ്ടതയാലും हो വരണ്ടുണങ്ങിയതായിരിക്കാം. सकता है आपका जो दिल है पाप से अधर्मता से एकदम मरुस्थल होगा। എന്നാൽ ഉയരത്തിലെ ശക്തി വരുമ്പോൾ ऊपर की सामर्थ्य आएगी, നമ്മുടെ മനസ്സ് നല്ലൊരു പൂന്തോട്ടമായി മാറും. हमारा मन जो बगीचा बन जाएगा, ആ പൂന്തോട്ടം വലിയൊരു വനമായി തീരും. वो फुलबहार बन जाएगा അവിടെ സമാധാനവും നീതിയും വാഴും. और उसमें शांति और धार्मिकता അതാണ് रहेगी। ഉയരത്തിലെ ശക്തി. वो ये ऊपर की सामर्थ्य। പൗലോസ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് प्रेरित पौलुस यूं बोलते ഇത് हैं, പുനരുദ്ധാനത്തിന്റെ ശക്തിയാ. ये पुनरुत्थान की शक्ति है। എന്താണ് ഈ പുനരുദ്ധാനത്തിന്റെ ശക്തി? ये पुनरुत्थान की शक्ति क्या ആ है? പുനരുദ്ധാനത്തിന്റെ ശക്തി വരുമ്പോൾ जब पुनरुत्थान की शक्ति आएगी, ഒരു മനുഷ്യൻ പാപത്തിന്റെയും നിരാശയുടെ അടിത്തട്ടിൽ കിടക്കുകയായിരിക്കും. एक व्यक्ति पाप पे निराशा में बैठा हो, പാപത്തിന്റെയും നിരാശയുടെ അടിത്തട്ടിൽ നിന്ന് അവനെ ഉയർപ്പിച്ച് पाप से निराशा से उठाकर ആശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും സിംഹാസനത്തിൽ എത്തിക്കുന്നത് പുനരുദ്ധാനത്തിന്റെ ശക്തിയാ. आत्मा के द्वारा आश्वासन के साथ और पवित्रता के सिंहासन में बैठाने वाला पवित्र आत्मा ആ है। വിശുദ്ധ പത്രോസ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് प्रेरित पत्रुस यूं बोलते ഒരു हैं, ഇത് ദിവ്യ ശക്തിയാ. ये दिव्य शक्ति എന്താണ് है। അതിന്റെ പ്രത്യേകത? इसकी खासियत क्या അത് है? ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നിങ്ങൾക്ക് വേണ്ടി കരുതിക്കൊള്ളും. जीवन और भक्ति की सारी बातों का इंतजाम करती है। വിശുദ്ധ പൗലോസ് വീണ്ടും പറയുക, प्रेरित पौलुस यूं बोलते हैं फिर से, ഇത് അത്യന്ത ശക്തിയാ. ये महान शक्ति എന്താണ് है। അങ്ങനെ പറയാനുള്ള കാരണം? कारण क्या है? ഈ ശക്തി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. क्योंकि ये शक्ति हमारे जीवन को रूपांतरण ഓ करेगी। പരിശുദ്ധാത്മാവ് വരുമ്പോൾ जब पवित्र आत्मा आएगी, നിങ്ങളുടെ ഹൃദയം പൂന്തോട്ടമായി മാറും. आपका हृदय फुलबहार और बगीचा हो ഓ जाएगा। നിങ്ങൾ നിരാശയുടെയും പാപത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഉയർപ്പുണ്ടാകും. आपको पाप से निराशा से उन्नति मिलेगी। നിങ്ങൾക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം ആത്മാവ് കരുതും. आत्मा आपके लिए जीवन और भक्ति के सारा इंतजाम करेगी। അതിലുപരിയായി നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. इतना ही नहीं, आपके जीवन को रूपांतरण करेगी। നിങ്ങൾ എന്ത് ചെയ്യണം? आपको क्या करना നിങ്ങൾ है? മാനസാന്തരപ്പെടണം. मन फिराना है। കഴിഞ്ഞകാല പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കണം. इसलिए पाप के बारे आपको पश्चाताप करना है। അതിനുശേഷം ദൈവകൽപ്പനകളെ അനുസരിക്കണം. परमेश्वर की मनसा को सलाह को मानना നിങ്ങളുടെ है। പാപങ്ങളെ ഏറ്റുപറയാൻ पाप को कबूल करना നിങ്ങൾ है। ദൈവത്തിൽ വിശ്വസിക്കണം. प्रभु पर विश्वास करना നിങ്ങൾ है। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേൽക്കണം. पिता पुत्र पवित्र आत्मा के नाम से बपतिस्मा लेना। അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. तब पवित्र आत्मा रूपी दान आपको मिलेगा। ഇതാണ് ഇത് ദൈവത്തിന്റെ ദാനമാണ്. यही प्रभु का दान है। അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. अब पिछले भाग में आ जाए। ദൈവത്തിന്റെ മറ്റൊരു ദാനമാണ് ഈ ശുശ്രൂഷ. और सेवकाई बोलने से भी एक दान है। അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് കയറിപ്പോയി. वो कैदियों को ऊपर लेके गया, അവൻ ദാനങ്ങളെ കൊടുത്തു. दानों को दिया। ഈ ശുശ്രൂഷകരെല്ലാം ദൈവത്തിന്റെ ദാനമാണ്.
ദാനമാണ്. ये जितनी सेवकाई होती है ये प्रभु का दान है. ഒരു ജന്മവും ഒരു ജീവിതവുമേ ഉള്ളൂ. हमारे लिए तो एक ही जन्म है, एक ही जीवन है. അവരെല്ലാം ഈ മാർഗത്തിനായി ജീവിക്കുകയാണ്. बहुत सारे लोग इस रास्ते के लिए, इस मार्ग के लिए जीवन ഞങ്ങൾക്ക് बिताते हैं. വളരെ ധൈര്യത്തോടെ പറയാം, हम बड़े हिम्मत के साथ बोल सकते हैं. കഴിഞ്ഞ 25 വർഷമായി ഈ വേല ചെയ്യുന്നു. पिछले 25 साल से मैं ये सेवा कर रहा हूँ. ഭൂമിയിൽ 10 പൈസയും സമ്പാദിച്ചിട്ടില്ല. मैंने इस दुनिया में 10 पैसा भी नहीं कमाया. ഞാൻ ദൈവത്തിന്റെ വീട്ടിൽ വന്ന ശേഷം ഒരു നാൾ പോലും എന്റെ വീട്ടിൽ പോയി ഉറങ്ങിയിട്ടില്ല. जब मैं प्रभु के भवन के आने के बाद मैं अपने घर में कभी जाकर नहीं सोया. രാവും പകലും കൂടാതെ യാത്ര ചെയ്ത് ദൈവവചനം പ്രസംഗിച്ചു. दिन रात में यात्रा करके प्रभु का वचन का प्रचार ഇതുവരെ करता हूं. ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. अभी तक हमने अपने लिए नहीं जिया. ഞങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം, धैर्य से बोल सकते ഞങ്ങൾ हैं. ജീവിച്ചതും അധ്വാനിച്ചതും പ്രസംഗിച്ചതും ദൈവനാമത്തിന് വേണ്ടിയും അവൻ രക്തം കൊടുത്തു വേണ്ടി മേടിച്ച സഭയ്ക്ക് വേണ്ടിയുമാണ്. और जितना हमने कमाया, जितना हमने सेवा किया, हमारा लहू कमाया हुआ लहू दिया उस कलीसिया के ഈ लिए है. ശുശ്രൂഷകരെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ये सब सेवकाई प्रभु का दान എന്താ है. പൗലോസ് പറയുന്നത്? पौलुस क्या बोलते അവൻ हैं? ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് പോയി. सारे बंधुओं को स्वर्ग लोक में लेके അവൻ गया. മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. मनुष्यों को दान दिया. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, किसी लोगों को प्रेरित, ചിലരെ പ്രവാചകന്മാരായി, किसी लोगों को भविष्यता, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി, उपदेशक, ചിലരെ ശുശ്രൂഷകരായി, कुछ लोगों को सेवक ഇനിയും ചിലരെ ഇടയന്മാരായി നിയോഗിച്ചു. और कुछ लोगों को चरवाहों की नियुक्ति किया. എന്തിനു വേണ്ടി? इसलिए അത് നാം എല്ലാവരും യേശുവിന്റെ പൂർണ്ണതയിലേക്ക് പോകുവാൻ, ताकि हम यीशु की सिद्धता को प्राप्त करें. നാം എല്ലാവരും യേശുവിന്റെ പൂർണ്ണത പ്രാപിക്കുവാൻ. यीशु की सिद्धता को प्राप्त करने के लिए അങ്ങനെയാണ് അവൻ ഈ ശുശ്രൂഷകരെ ഈ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയത്. इसलिए उसने मोल लेकर ऐसे सेवकों को उसने लिया है. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ पुराने नियम पढ़ने से അവിടെ ലേവി എന്നൊരു ഗോത്രത്തെ നമുക്ക് वहाँ കാണാം. एक लेवी गोत्र को देखते हैं. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ जब गिनती के किताब में 18 അധ്യായം 6 തുടങ്ങിയുള്ള വാക്യങ്ങൾ और 18 के 6 से पढ़ते हैं. അക്കാലത്ത് യഹോവയായ ദൈവം ലേവി ഗോത്രത്തെ തനിക്ക് തെരഞ്ഞെടുത്തു. उस समय यहोवा परमेश्वर ने लेवी गोत्र को अपने लिए ले लिया. അതിനുശേഷം ആ ഗോത്രത്തെ അവൻ ഇസ്രായേലിന് ദാനമായി കൊടുത്തു. उसके बाद इस गोत्र को इसराइलियों के लिए दान दे दिया. എന്തിനു വേണ്ടി? इसलिए ഇസ്രായേലിന് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ. इसराइलियों के लिए सेवकाई करने के लिए യേശു സിയോനിൽ രാജാവായി. यीशु सियोन में राजा അവൻ है. ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിൽ പോയി. तो उसने सारे कैदियों को ऊपर അവൻ लेके गया. സഭയ്ക്ക് ദാനങ്ങളെ കൊടുത്തു. तो कलीसिया को दान दिया. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. उद्धार प्रभु का दान है. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. पवित्र आत्मा प्रभु का दान है. ശുശ്രൂഷകരെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. और ये सारे सेवक लोग भी प्रभु का दान है. എല്ലാം പലയിടങ്ങളിൽ ജനിച്ചു ये വളർന്നവരാണ്. सब लोग अलग अलग जगह में इनका जन्म हुआ है. ഇന്ത്യയുടെ പല ദിക്കുകളിൽ ജനിച്ചു വളർന്നവരാണ്. ये सब भारत के अलग अलग कोने में इनका जन्म हुआ है. കേരളത്തിൽ ജനിച്ചവരുണ്ട്, केरला में जन्म हुआ लोग हैं. തമിഴ്നാട്ടിൽ ജനിച്ചവരുണ്ട്, तमिलनाडु में जन्म हुआ है. ആന്ധ്രയിൽ आंध्रा में ജനിച്ചവരുണ്ട്, जन्म हुआ लोग हैं. മഹാരാഷ്ട്രയിൽ महाराष्ट्र में ജനിച്ചവരുണ്ട്, है. പഞ്ചാബിൽ पंजाब ജനിച്ചവരുണ്ട്. में है. ഒരു ജന്മം ഒരു ജീവിതമേ ഉള്ളൂ. एक जन्म और एक जीवनी है. ഞാൻ പറഞ്ഞല്ലോ, ഇവരെല്ലാം ജീവിച്ചത് ഈ യേശുവിന് വേണ്ടി മാത്രം. ये सब इसलिए जन्म लिए कि यीशु के लिए. ഞങ്ങൾക്ക് വളരെ ധൈര്യത്തോടെ പറയാം, हम हिम्मत के साथ कह सकते हैं. ഞാൻ ദൈവത്തിന്റെ വീട്ടിൽ വന്നിട്ട് 25 വർഷം. प्रभु के भवन में आने के बाद मुझे 25 साल हो गए हैं. അതിലൊരു കഴിഞ്ഞ 17 വർഷവും ഞാൻ ദൈവരാജ്യം പ്രസംഗിക്കാൻ യാത്ര ചെയ്തുകൊണ്ട് और पिछले 17 साल से प्रभु के राज्य के बारे में प्रचार करने के लिए यहाँ वहाँ जाता हूँ. ഭൂമിയിൽ 10 പൈസയും സമ്പാദിച്ചു. इस दुनिया में 10 पैसा भी मैंने नहीं कमाया. ഞാൻ ഭൂമിയിൽ ഒന്നും मैं ഉണ്ടാക്കിയിട്ടില്ല. दुनिया में कुछ कमाया नहीं है. മുകളിൽ ആകാശവും താഴെ ഭൂമിയും. हम देखते हैं कि ऊपर आकाश नीचे पृथ्वी ഇവിടെ है. ഇരിക്കുന്ന എല്ലാ ശുശ്രൂഷകരും അങ്ങനെ. जितने यहाँ जो सेवक बैठे ഇവിടെ हैं, ഇരിക്കുന്ന ഒരു മദർ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ 50 വർഷമായി ദൈവത്തിന്റെ വീട്ടിൽ വന്നു. हमारे बीच में जो माता जी है, मदर जी बोले कि मैं प्रभु के भवन में आके 50 ഈ साल കഴിഞ്ഞ में है. 50 വർഷം ആർക്ക് വേണ്ടി ജീവിച്ചു? ये 50 साल किस लिए जीवन बिताए? ഈ സഭയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ മാർഗത്തിന് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയുമാണ്. इस कलीसिया के लिए, प्रभु के लिए उन्होंने जीवन दिया है. ഈ ശുശ്രൂഷകരെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ये सेवकाई प्रभु का दान है.
ദൈവത്തിന് മഹത്വം प्रभु के ഉണ്ടാകട്ടെ. नाम की महिमा हो। ഈ ശുശ്രൂഷകരെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ये सारे सेवक प्रभु के दान हैं। ദൈവത്തിന് മഹത്വം प्रभु ഉണ്ടാകട്ടെ. के नाम की महिमा हो। അവൻ ബദ്ധന്മാരെ പിടിച്ച ഉയരത്തിൽ കയറി सारे बंधुओं को लेकर स्वर्गलोक में गया, മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. मनुष्यों को दान देने ആ के लिए। ദാനത്തിലൊന്നാണ് ശുശ്രൂഷ. उसमें से एक है ये ऐसी അതിനിടയിൽ सेवकाई, ചിലർ അപ്പോസ്തലന്മാരാണ്, इसलिए कुछ प्रेरित हैं, ചിലർ നല്ല कुछ ഇടയന്മാരുണ്ട്, अच्छे चरवाहे हैं, ചിലർ നല്ല कुछ ഉപദേഷ്ടാക്കന്മാർ, लोग अच्छे उपदेशक ചിലർ हैं, നല്ല ശുശ്രൂഷകരുണ്ട്. कुछ अच्छे सेवक लोग हैं। ഇവരെല്ലാവരുടെയും ശുശ്രൂഷ ആവശ്യമാണ്. ये सारे लोगों का सेवा जरूरी है। ഞാൻ നമുക്കിടയിലെ നല്ല ഇടയന്മാരെ കണ്ടിട്ടുണ്ട്. मैं हमारे बीच में अच्छे चरवाहों को मैंने देखा है, പരേതനായ പാസ്റ്റർ CK ലാസറസ് അദ്ദേഹം ഒരു ഇടയനായി. और जो हमारे गुजर गए हमारे पास्टर जी, पास्टर CK लासरस, वो अच्छे चरवाहा हैं। പരേതനായ പാസ്റ്റർ AC തോമസ് ഒരു നല്ല ഇടയനായി. और गुजरे जो हमारे पास्टर AC തോമസ് अच्छे एक चरवाहे थे। പരേതനായ പാസ്റ്റർ പൊടിക്കുഞ്ഞ് നല്ലൊരു ഉപദേഷ്ടാവായി. गुजरे हुए पास्टर पोड़ीकुंज हमारे लिए बहुत अच्छे चरवाहे थे। പരേതനായ പാസ്റ്റർ പാസ്റ്റർ ശമുവേലപ്പച്ചൻ ഒരു നല്ല പ്രവാചകനായി. और पास्टर शमीर अपजन जो है बहुत अच्छे एक भविष्यज्ञ थे। ഇവരെല്ലാവരും സഭയിലുണ്ട്. ये सब कलीसिया में थे। എന്തിനു വേണ്ടി? इसलिए ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യൻ പോയി ചേരേണ്ടത്. ताकि मनुष्य लोग प्रभु की सिद्धता को प्राप्त ഞങ്ങൾ കഴിഞ്ഞ करें। കാലങ്ങൾ മുഴുവൻ അധ്വാനിച്ചു. मैंने पिछले साल पूरा मेहनत किया। പൗലോസ് എന്തു പറയുന്നു? प्रेरित पौलुस क्या बोलते हैं? ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ പൂർണ്ണനായി നിർത്തുവാൻ सारे मनुष्यों को मसीह में सिद्ध करने के ഞങ്ങൾ लिए, അതിനായി കഠിനാധ്വാനം ചെയ്തു. उसके लिए हमें कठिन प्रयास करते അറിഞ്ഞുകൊള്ളുക हैं। സഹോദരങ്ങളെ, പുതിയ നിയമ ശുശ്രൂഷകർ ദൈവത്തിന്റെ ദാനമാണ്. इसलिए प्रिय लोगों, नए नियम की सेवकाई प्रभु का दान അടുത്ത है। ഭാഗത്തേക്ക് നമുക്ക് പോകാം. अब अगले भाग में आ जाए। അടുത്തതായുള്ള ദൈവത്തിന്റെ ദാനം എന്താണ്? अगला प्रभु का दान क्या है? യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, याकूब के किताब में लिखा, पत्री में लिखा है, എല്ലാ വരങ്ങളും ദൈവത്തിന്റെ ദാനമാണ്. सारे वरदान प्रभु के दान ഒരാൾ हैं। പാട്ടുപാടുന്നുവോ? कुछ लोग अच्छे गीत गाते അത് हैं, ദൈവത്തിന്റെ വരമാണ്. ये प्रभु का वरदान है। മറ്റൊരാൾ ദൈവവചനം പ്രസംഗിക്കുന്നുവോ? कुछ लोग प्रभु का वचन प्रचार അത് करते हैं, ദൈവത്തിന്റെ वो ദാനമാണ്. प्रभु का दान ഇനി है। ഒരാൾ പ്രാർത്ഥിച്ച് രോഗിക്ക് സൗഖ്യം കൊടുത്തുവോ? लोग प्रार्थना के द्वारा बीमारों को चंगा करते അത് हैं, ദൈവത്തിന്റെ ദാനമാണ്. वो भी प्रभु का एक दान ഇവിടെ है। ഇരിക്കുന്ന ഈ ശുശ്രൂഷകളിൽ നിന്ന് ഒട്ടും ശ്രേഷ്ഠനല്ല ഞാൻ. और इसी सेवकों से मैं कोई श्रेष्ठ नहीं ഇവിടെ हूँ। ഇരിക്കുന്ന ഈ ശുശ്രൂഷകളുടെ കാൽപാദത്തിൽ പറ്റുന്ന പൊടിയുടെ വില പോലും എനിക്കില്ല. जितने ये सेवक बैठे उनके चरणों के धूल भी नहीं हूँ मैं, ദൈവം എനിക്ക് തന്ന ദാനമാണ്. लेकिन ये प्रभु के द्वारा दिया गया दान है। മറ്റൊരാൾ വാഹനം ഓടിക്കുന്നു, कुछ लोग गाड़ी चलाते हैं, ഇനി സിസ്റ്റേഴ്സ് തുണി അലക്കുന്നു, कुछ लोग कपड़े धोते हैं, ചിലർ कुछ लोग കൃഷിയിൽ ജോലി ചെയ്യും, कुछ लोग किचन में काम करते हैं, ചിലർ മാർക്കറ്റിൽ പോകും, कुछ लोग मार्केट में जाते ഓ हैं, ചിലർ പാസ്റ്റർമാരെ कुछ ശുശ്രൂഷിക്കുന്നു. लोग पास्टरों की सेवा ഓ करते हैं। എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ये सब प्रभु की सेवकाई है। ഒരു കാലത്ത് നാസ ശാസ്ത്രജ്ഞന്മാരെ ചന്ദ്രനിലേക്ക് അയച്ചു. एक बार नासा के वैज्ञानिकों को चंद्रमा में भेजे, അവിടെ അവർ ചന്ദ്രനിൽ പോയി. वो चंद्रमा में वहाँ पहुंचे, അതിനുശേഷം അവർ തിരിച്ചു വന്നു. चांद बजाने के बाद वापस आए। അപ്പോൾ ന്യൂസ് പേപ്പറുകാർ ചോദിച്ചു, पत्रकारों ने ये सवाल पूछा, അതിന്റെ ലീഡറായ ആ ശാസ്ത്രജ്ഞനോട് ചോദിച്ചു, वो उसके जो लीडर जो वैज्ञानिक से पूछे, ഓ നിങ്ങൾ ചന്ദ്രനിൽ കാലുകുത്തിയതിൽ നിങ്ങൾക്ക് അഭിമാനമുണ്ടോ? तो उन्होंने क्या बोले कि आपको जब चांद में पैर रखे ഉടനെ आपको അദ്ദേഹം हिम्मत- പറഞ്ഞു, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. बोले हमें अभिमान അത് है, എന്റെ മാത്രം അഭിമാനമല്ല. सिर्फ मेरा अभिमान नहीं ഈ है, നാസായിൽ ജോലി ചെയ്യുന്ന, इस नासा में काम करने वाले, ഈ നാസ എന്ന സംഘടനയിൽ ജോലി ചെയ്യുന്ന इस नासा के संगठन में काम करने वालों के लिए 2616 പേരുടെയും ये അഭിമാനമാണ്. बोले 2616 लोगों का गर्व की बात ആ है। ചന്ദ്രനിൽ കാലുകുത്തിയ എന്റെ മാത്രം അഭിമാനമല്ല. सिर्फ मैं जो चांद में पैर रखा सिर्फ मेरा ഈ- गर्व नहीं, ഈ നാസായുടെ ഓഫീസിൽ തുടയ്ക്കുന്ന ഏറ്റവും ചെറിയ ജോലിക്കാരന്റെ അഭിമാനമാണ്. और बोले नासा में काम करने वाले इस वृत्ति का भी गर्व की बात ആ, है। അങ്ങനെയാണ് പുതിയ നിയമ ശുശ്രൂഷ. ऐसा ही है नए नियम की सेवा। ദൈവത്തിന് മഹത്വം प्रभु ഉണ്ടാകും. की नाम की तारीफ हो। ഓരോരുത്തർക്കും അവരവരുടെ ഗിഫ്റ്റ് ദൈവം കൊടുത്തിരിക്കുക. और सब लोगों को अपने काम के अनुसार प्रभु ने वरदान दिया है। ദൈവത്തിന് മഹത്വം प्रभु ഉണ്ടാകും. की नाम की तारीफ हो। ചിലർ നന്നായി പാടുന്നവരുണ്ട്, बहुत अच्छे लोग अच्छा गीत गाते हैं, ചിലർ നന്നായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, वो कुछ लोग अच्छा प्रार्थना करते ചിലരെ हैं। കണ്ടാൽ പിശാച് അലറിക്കൊണ്ടോടും. कुछ लोग को ऐसे भक्तों को देखने से शैतान भाग जाता है। എന്നെ കണ്ടാ പിശാച് അലറിക്കൊണ്ടോടാ. हाँ, मुझको
हाँ, मुझको देख करके शैतान नहीं भागता है। ആ ഞാൻ ഇന്നാളൊരു ബ്രദറിനെ കണ്ടു. ഞാൻ മീറ്റിങ്ങിന് പോകുമ്പോൾ जब मैं एक बार मीटिंग में जा रहा था ഒരു ചെറിയ ബ്രദർ പ്രാർത്ഥിക്കാൻ ഇറങ്ങിച്ചെന്നു. और एक छोटा सा ब्रदर प्रार्थना करने के लिए ഓ निकला। അദ്ദേഹത്തെ കണ്ടുടനെ പിശാച് അലറി ഓടി. उसको देखते ही शैतान रोक के भागने लगा। അത് ദൈവത്തിന്റെ ദാനം. वो प्रभु का दान है। എല്ലാവരും ഇതിനകത്തുണ്ട്. ये सब लोग इस झुंड में हैं। അപ്പോസ്തലന്മാരുണ്ട്, प्रेरित लोग हैं, പ്രവാചകന്മാരുണ്ട്, भविष्यद्वक्ता लोग हैं, ഉപദേഷ്ടാക്കന്മാരുണ്ട്, उपदेशक लोग हैं, ശുശ്രൂഷകരുണ്ട്. सेवक लोग हैं। ഇവരെല്ലാവരും അധ്വാനിച്ചത് എന്തിനാണ്? इसलिए मेहनत किए हैं। യേശു രക്തം കൊടുത്ത് മേടിച്ച സഭ ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് പോകുക. यीशु को लहू से छुड़ाए हुए कलीसिया को उद्धार करने के लिए, सिद्ध करने के ഞങ്ങൾ लिए അപ്പച്ചനെയും അമ്മയും വിട്ടുപോലും. हम अपने माँ बाप को छोड़कर आए ഞാൻ हैं। ഒരു വീടേ വിട്ടുള്ളൂ. मैं तो एक ही घर छोड़ा। ഓ ഇന്ന് എനിക്ക് 52 രാജ്യങ്ങളിൽ 5000-ഓളം വീടുകളുണ്ട്. आज 52 देशों में 5000 से भी ज्यादा भवन है। ഏത് ഫെയ്ത്തോമിലും പോയി താമസിക്കും. कोई भी फेतोम में जाकर के रह सकते हैं। ഞാൻ 1-2 സഹോദരങ്ങളെയാണ് വിട്ടത്. मैं तो अपने 1-2 भाई को छोड़ के आया ഓ हूँ। ആയിരക്കണക്കിന് സഹോദരങ്ങളെ എനിക്ക് തന്നു. अभी प्रभु ने मुझे हजारों भाइयों को दिया है। അവരുടെ പ്രാർത്ഥനയാണ്, उनकी प्रार्थना, അവരുടെ സ്നേഹമാണ്, उनका प्रेम, അവരുടെ സംരക്ഷണമാണ്. उनकी संरक्षण। യേശു പറഞ്ഞു, यीशु ने कहा, ഒരുവൻ എന്റെ പിന്നാലെ വരാനിച്ഛിക്കുന്നെങ്കിൽ एक व्यक्ति मेरे पीछे आने को आग्रह करे ഓ, तो അവനുള്ളതെല്ലാം വിടട്ടെ, वो सब वो अपना छोड़ देने അവന്റെ दे। അപ്പനെ വിടട്ടെ, अपने पिता को छोड़ने दे, അവന്റെ അമ്മയെ വിടട്ടെ, अपनी माँ को छोड़े, അവന്റെ വീട് വിടട്ടെ. घर छोड़े। ഞങ്ങൾക്ക് ധൈര്യമായി പറയാം, हम धैर्य से बोल सकते हैं, അപ്പനെയും അമ്മയും വിട്ടപ്പോൾ अब एक माँ बाप को छोड़े। ഞങ്ങൾക്ക് ആയിരക്കണക്കിന് അപ്പനെയും അമ്മയും ഒക്കെ ദൈവം തന്നു. अब प्रभु ने हमें हजारों माँ और बाप दिए। ഞാൻ വിശ്വാസ വീട്ടിൽ വരുമ്പോ जब मैं विश्वास के भवन में आया, എനിക്ക് വലിയ ഉന്നതമായ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായില്ല. मैं बहुत ज्यादा पढ़ा लिखा व्यक्ति नहीं था, व्यक्ति ഞാൻ नहीं। ചിലപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ തെറ്റിപ്പോകുമായി. और कभी कभी बाइबल पढ़ने से गलती हो जाता था। എനിക്കൊരു പാസ്റ്റർ ട്രെയിനിങ്ങിലുണ്ട്. मेरे लिए एक पास्टर ट्रेनिंग में था। അദ്ദേഹം എന്നെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കും. वो मेरे को बाइबल पढ़वाता था തെറ്റിപ്പോയാൽ ഉടനെ അടിക്കും. और जैसी गलती हुआ मारता था ഞാൻ ഇയലുപോലെ വിറച്ചാണ് ചെയ്യുന്നത്. और मैं एकदम डर जाता था। ദൈവത്തിന് മഹത്വം प्रभु के ഉണ്ടാകും. नाम की तारीफ हो। ചിലപ്പോൾ അടിക്കും, അങ്ങനെയല്ലേ? और कभी कभी मार देते थे നിർത്തി നിർത്തി വായിച്ചാട്ട്, और बोले रुक रुक के पढ़ो, വ്യക്തമായി വായിച്ചാട്ട്. स्पष्ट पढ़ो। അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്. उन्होंने ऐसा सिखाया। അവരുടെ കാൽപാദം കഴുകി കുടിക്കാൻ പോലുള്ള യോഗ്യത ഞങ്ങൾ. इतना भी मुझे उनके चरणों को पानी पीने के लिए भी मुझे योग्य नहीं है। ഈ ശുശ്രൂഷകരെല്ലാം ദൈവത്തിന്റെ ദാനം. ये सब सेवक प्रभु के दान है। കർത്താവ് നമുക്ക് കാലാകാലങ്ങളിലായി ശുശ്രൂഷകരെ തരട്ടെ. समय समय पर प्रभु हमें सेवक देने दे। നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിപ്പിക്കും. आप प्रभु से प्रार्थना कीजिए। അടുത്തതായി നാം ചിന്തിച്ചല്ലോ, आगे हमने विचार किया, നമ്മുടെ ഗിഫ്റ്റ് വരങ്ങളെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. हमारा जितना भी वरदान है ये प्रभु का दान है। യാക്കോബ് അങ്ങനല്ലേ പറയുന്നത്? याकूब की पत्री में ऐसा ही लिखा है, എല്ലാ വരങ്ങളും ദൈവത്തിന്റെ ദാനമാണ്. सारे वरदान जो है प्रभु के दान है। ചിലർ നന്നായി പാട്ട് कुछ പാടും, लोग अच्छा गीत गाते, ചിലര് നല്ല കാര്യങ്ങൾ പ്രവചിക്കും, कुछ लोग अच्छा भविष्यवाणी करते ചിലര് हैं, നന്നായി പ്രസംഗിക്കും. कुछ लोग अच्छा प्रचार करते हैं, ഇനി ഇതൊന്നുമില്ലെങ്കിലും ചിലര് നന്നായി പ്രാർത്ഥിക്കും. कुछ लोग इतना नहीं है लेकिन अच्छा प्रार्थना करते हैं, ചിലര് ദൈവത്തെ സ്തുതിക്കും. कुछ लोग प्रभु की स्तुति करते ഒരു हैं। പാസ്റ്റർ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. हमारे बीच में एक पास्टर जी थे, അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ നിറയും. और जब वो प्रार्थना करते थे आत्मा में भर के प्रार्थना करते, ഭയങ്കര ശബ്ദത്തിൽ बहुत ज्यादा आवाज से करते थे। എന്താ അദ്ദേഹം പറയുന്ന അന്യഭാഷ എന്നറിയാമോ? क्या उनका अन्य भाषा था? അദ്ദേഹം ഇങ്ങനെ ആത്മാവിൽ നിറഞ്ഞിട്ട് आत्मा में भरने के बाद ദുരാ ബെദുരിമ ബെദുരിമ ദുരാ എന്ന് പറയും. ऐसे ऐसा शब्द उन्होंने पुकारे। അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. जब ऐसे वो बोलते, ഒരു ദിവസം ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് एक दिन मैं उसको रिकॉर्ड किया, അതിന്റെ ആ വോയിസിന്റെ അർത്ഥം എന്താണെന്ന് तो അറിയാം. मैंने बोला कि जो अन्य भाषा बोल रहे हैं ये शब्द का अर्थ क्या? അതിനുശേഷം ഞാനൊരു ഭാഷാ പണ്ഡിതനെ ഏൽപ്പിച്ചു. उसके बाद वो जो अन्य भाषा में बोला तो मैंने किसी ഞാൻ- भाषाओं का विद्वान से बात किया। ഞാൻ ചോദിച്ചു ഇതെന്താണ്? मैंने उससे पूछा ये शब्द क्या है? ഇതേതോ ആഫ്രിക്കൻ നാട്ടിലെ ഒരു ഭാഷയാണ്. तो बोले कि किसी अफ्रीका देश की भाषा ആ है। ഭാഷ എന്താണെന്നറിയാമോ? उसकी भाषा क्या मालूम है? യെശയ്യാപ്രവചന 6-ാം അധ്യായത്തിൽ ये एशिया की नबी 6वां का अध्याय, സാറാഫുകൾ അവന്റെ ചുറ്റും നിന്ന് सर आप लोग उसके चारों ओर खड़े होकर യഹോവ പരിശുദ്ധൻ 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 എന്ന് പറയുക. वो बोले यहोवा पवित्र 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 है। അതാണ് പറയുന്നത്. वही बोलते हैं, എന്താ പറയുന്നത്? ബെദുരിമ ബെദുരിമ ദുരാ ബെദുരിം. बेदुरुमा बेदुरुमा दुरा बेदुरुमा। ഞാൻ പോയി ചോദിച്ചു, പാസ്റ്റർ നിങ്ങൾ പറയുന്ന അന്യഭാഷ എന്താണെന്നറിയാമോ? तो मैंने बोला पास्टर जी आप जो अन्य भाषा बोलते हैं वो क्या है आपको मालूम है?
സോറി ബ്രദർ ജോസ്, അറിയത്തില്ല. बोले ब्रदर जोस मुझे मालूम नहीं है. ഓ, ഞാൻ പറഞ്ഞത് ആഫ്രിക്കയിലെ ഭാഷയാണ്. അർത്ഥം ദൈവമേ നീ വിശുദ്ധൻ, നീ വിശുദ്ധൻ, നീ വിശുദ്ധൻ. तो मैंने बोला ये अफ्रीका की भाषा है. हे प्रभु तू पवित्र पवित्र है करके इसका अर्थ है. എല്ലാ ദാനങ്ങളും ദൈവത്തിന്റേതാണ്. सारे वरदान प्रभु के हैं. യേശു സിയോനിലെ രാജാവാണ്. यीशु सियोन का राजा है. യേശു സിയോനിലെ രാജാവാണ്. यीशु सियोन का राजा നമ്മുടെ है. രക്ഷയുടെ പിന്നിൽ ഒരു രാജാവുണ്ട്. हमारे उद्धार के पीछे एक राजा നമ്മുടെ है. അഭിഷേകത്തിന്റെ പിന്നിൽ ഒരു രാജാവുണ്ട്. हमारे अभिषेक के पीछे एक राजा നമ്മുടെ है. ശുശ്രൂഷയുടെ പിന്നിൽ ഒരു രാജാവുണ്ട്. हमारे सेवकाई के पीछे एक राजा है. ദാനങ്ങളുടെ പിന്നിൽ ഒരു രാജാവുണ്ട്. हमारे वरदानों के पीछे एक राजा വീണ്ടും है. നാം തിരുവഴുത്തിലേക്ക് വരുമ്പോൾ धर्मशास्त्र में आने से അടുത്തതായി अगला ഈ തേജസ്സിന്റെ ഉപദേശം ദൈവത്തിന്റെ ദാനം. महिमा का उपदेश जो है वो प्रभु का दान है. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ और दूसरा कोरिन्थी 3 अध्याय में पढ़ते हैं 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ 3:16 3:16 16-18 വായിക്കണ്ട അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. वहां ऐसा लिखा हुआ है തേജസ്സിന്റെ ഉപദേശം. महिमा का उपदेश. ഒരു തേജസ്സിന്റെ ഉപദേശം. महिमा का उपदेश. പ്രിയ സഹോദരങ്ങളെ, प्रिय भाइयों, ഞങ്ങളാരും ബൈബിൾ കോളേജിലോ സെമിനാരിയിലോ ഒന്നും हम പഠിച്ചിട്ടില്ല. लोग बाइबल कॉलेज या सेमिनारी में नहीं पढ़े हैं. ഞങ്ങൾ പാസ്റ്റർമാരുടെ അടുക്കൽ വന്നപ്പോൾ അവർ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചതാണ്. और जो हमारे जो बुजुर्ग पास्टरों के पास आकर के उन्होंने हमें सिखाया है. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് യേശുവിനെ കണ്ടു. जब मेरे बचपन में जब मैंने यीशु को देखा, അപ്പോൾ യേശു എന്റെ ഒരു സ്നേഹിതനെ പോലെയായി. उस समय यीशु मेरा एक प्रेमी जैसा था. ഞാൻ വളരെ കുഞ്ഞായിരുന്നു. मैं बहुत छोटा था. അപ്പോൾ ഒരു ദിവസം യേശു എന്നോട് വന്ന് സംസാരിക്കുക. एक दिन यीशु मसीह आकर मुझसे बात किए. അപ്പോൾ എന്റെ ഉള്ളിൽ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായി. मेरे हृदय के अंदर बहुत बड़ी आग्रह थी, चाह അതെല്ലാം थी. കഴിവിട്ടിട്ട് എന്നെ അനുഗമിച്ചു വരാൻ പറഞ്ഞു. बोले कि ये सब आग्रह चाह छोड़ो, मेरे पीछे आ जाओ. 2 കാര്യം നീ സൂക്ഷിക്കണം. लेकिन 2 बात की रखवाली ഒന്ന്, करना. നിന്റെ മനസ്സ് എന്റെ മനസ്സ് പോലായിരിക്കണം. बोले मेरा मन तेरे मन जैसे होना है നിന്റെ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സായിരിക്കണം. और तेरा मन मसीह का मन होना है. അതെന്താണ്? वो क्या है? അത് കരുണയും വിശുദ്ധിയുമാണ്. वो करुण दया और पवित्रता है. നമ്മുടെ മനസ്സ് കരുണയും വിശുദ്ധിയുള്ളതായിരിക്കും. हमारा मन दया और पवित्रता होना है. 2, നമ്മുടെ മനോഭാവം യേശുവിന്റേതായിരിക്കും. और हमारा मनोभाव भी प्रभु का जैसे होना है. അതെന്താണ്? वो क्या है? അത് താഴ്മയും അനുസരണവുമാണ്. वो नम्रता और आज्ञाकारी. വേറെ ക്വാളിറ്റി ഒന്നും വേണ്ട. और कोई गुण की जरूरत नहीं है. നമ്മൾ സെമിനാരിയിലൊന്നും പോയി പഠിക്കണം. हमें सेमिनारी में पढ़ने की जरूरत नहीं है. നമ്മുടെ ഭാവം യേശുവിന്റേതായിരിക്കും. हमारा भाव जो है यीशु का भाव होना चाहिए. യേശുവിന്റെ ഭാവം എന്താണ്? यीशु मसीह का भाव क्या ഒന്ന് है? ഒബൈഡ്, वो है आज्ञा मानना. 2 ഹംബിൾ. और दूसरा है नम्रता. എന്താണ് യേശുവിന്റെ മൈൻഡ്? और यीशु मसीह का मन क्या है? ഒന്ന് ഹോളി, वो एक पवित्रता. 2 മേഴ്സി. दूसरा दया. ഹംബിൾ, ഒബൈഡ്, മേഴ്സി ആൻഡ് ഹോളി. और पवित्रता, दया और മേഴ്സി करुणा है, दया है. നമ്മൾ യേശുവിനെ അനുഗമിച്ചാൽ हम यीशु के पीछे जाने से काफी है. അപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് യേശുവിനെ കണ്ടു. जब बचपन में मैंने यीशु को देखा, യേശു എന്നോട് സംസാരിച്ചു. यीशु मुझसे बात किए. എന്നെ അനുഗമിച്ചു വന്നാൽ बोले मेरे पीछे आ जाओ. തിരുവഴുത്തൊക്കെ എന്റെ ആത്മാവ് എഴുതിയതാണ്. और क्योंकि वचन तो मेरी आत्मा ने लिखा है, ഞാൻ അതൊക്കെ നിന്നെ പഠിപ്പിച്ചു वो തരാം. सब मैं तुझे सिखा दूंगा. ഇതുവരെയും എനിക്കൊരു ഡൗട്ടും തോന്നിയിട്ടില്ല. अभी तक कोई संदेह मुझे नहीं हुआ. ഇതുവരെയും ശുശ്രൂഷയിൽ നിരാശ തോന്നിയിട്ടില്ല. और अभी तक सेवकाई में कोई निराशा नहीं हुआ. ഇതുവരെയും അധൈര്യപ്പെട്ടിട്ടില്ല. अभी तक मैं ना हिम्मत नहीं हुआ. എനിക്കൊരു വലിയ സത്യം അറിയാം. एक सच्चाई मुझे मालूम എന്റെ है. യേശു സിയോനിൽ രാജാവ്. मेरा यीशु सियोन में राजा है. യേശു സിയോനിൽ രാജാവ്. मेरा यीशु सियोन में राजा है. എത്ര പേര് വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ अपने हाथों को खड़ा करे. ഓ നിങ്ങളുടെ ഭാഷയിലൊന്ന് ഏറ്റുപറഞ്ഞാൽ अपनी भाषा में कबूल करे. എന്റെ യേശു സിയോനിലെ രാജാവ്. मेरा यीशु सियोन में राजा है. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. करे. യേശു സിയോനിലെ രാജാവ്. यीशु सियोन का राजा है. പിശാചിന് ഏറ്റവും പേടിയുള്ള കാര്യമാണ്. ऐसा बात शैतान बहुत डरता है. ഒരിക്കൽ ഒരാൾക്ക് പിശാച് ബാധിച്ചു. एक बार एक आदमी को शैतान पकड़ लिया. എത്ര പ്രാർത്ഥിച്ചിട്ടും ആ ചെലുത്താൻ പോകട്ടെ. वो कितना प्रार्थना करने के बावजूद भी वो शैतान छूटता नहीं था. അവൻ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ഇങ്ങനെ വട്ടം ചുറ്റിക്കുക. और वो ये बहाना बोल करके जाता नहीं था. അപ്പോൾ അതിനിടയിൽ എന്റെ പേര് പറഞ്ഞു. उसके बाद उस बीच में बातचीत के दौरान मेरा नाम लिया. ഞാൻ വളരെ തിരക്കിലായിരുന്നു. मैं बहुत व्यस्त था.
അപ്പോൾ ഒരാൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, അത് അച്ഛനെ അന്വേഷിക്കുന്നു. तो किसी आदमी ने फोन करके बोला कि आपको एक आदमी खोज रहा है. അപ്പൊ ഞാൻ എവിടെയോ മീറ്റിംഗിലായിരുന്നു. मैं उस समय मीटिंग में था. അതിനുശേഷം ഞാൻ ചെന്നു. उसके बाद मैं मीटिंग के पास वहां അപ്പോൾ गया അദ്ദേഹം പിശാചിന് അടിമപ്പെട്ടങ്ങ് വെറും പ്രാകൃതമായി പോയി. और वो क्योंकि वो व्यक्ति शैतान के अधीन हो गया था. ഞാൻ പോയി അദ്ദേഹത്തിന്റെ തോളത്ത് കൈയിട്ടു. मैं जाकर के उसके कंधे पर हाथ पकड़ लिया. എന്നെ ഏറ്റവും ആത്മാർത്ഥതയുള്ള ഒരു സ്നേഹിതനാണ്. और वो मेरा एकदम प्रेमी दोस्त था. എന്നെ കണ്ടുടനെ കരയാൻ തുടങ്ങി. और मुझे देखते साथ रोने लगा. ഞാൻ എന്ത് പറഞ്ഞിട്ടും പിശാച് പോകുന്നില്ല. और मैं कुछ बोलने के बाद भी शैतान जाता नहीं है. സാത്താൻ അതും ഇതൊക്കെ പറയാ. शैतान ये वहां का बहाना बोलने लगा. പെട്ടെന്ന് എന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, उस समय मेरी आत्मा ने बोला, ഇവന്റെ ശുശ്രൂഷയ്ക്ക് പിന്നിൽ इसके सेवकाई के पीछे യേശു സിയോനിലെ രാജാവാണ്. यीशु सिय्योन का राजा है. ഞാൻ പിശാചിനോട് പറഞ്ഞു, मैंने शैतान से बोला, സാത്താനേ, हे शैतान, യേശു സിയോനിലെ यीशु രാജാവാണ്. सिय्योन का राजा പിശാച് है. വിറയ്ക്കാൻ തുടങ്ങി. डरने लगा അവൻ കൈകൾ കൂപ്പി और हाथ അവൻ जोड़कर എന്നോട് കേണപേക്ഷിച്ചു. और कबूल किया, പ്ലീസ് प्लीज പ്ലീസ് मेहरबानी അത് करके പറയരുതേ, बोलना, അത് പറയരുതേ. बोलना. അത് കേൾക്കാനുള്ള ശേഷി എനിക്കില്ല. कोई सुनने की हिम्मत नहीं ഞാൻ है. പിന്നെയും പറഞ്ഞു. फिर बोला, പെട്ടെന്ന് അവൻ നിലത്ത് വീണു. तुरंत नीचे गिर गया. പിശാച് അവനെ വിട്ടുപോയി. शैतान छोड़कर भाग गया. ശ്രേഷ്ഠനായ യജമാനനെ സേവിക്കുന്നു. यही हम उस मालिक की सेवा പ്രിയ करते हैं. ദൈവവൈദ്യനെ, ये भाई बंदो, യേശു സിയോനിലേക്ക് പോയി. यीशु सिय्योन में गया ഇന്ന് അവൻ है. അവിടെ രാജാവാണ്. आज वो राजा അവനാണ് है. നമുക്ക് ദാനങ്ങളെ वो തന്നത്. हमें दान दिया നമ്മുടെ है. രക്ഷ ദൈവത്തിന്റെ ദാനം. हमारा उद्धार यीशु का दान നമ്മുടെ है. അഭിഷേകം ദൈവത്തിന്റെ ദാനം. उसका अभिषेक हमारा प्रभु का നമ്മുടെ दान है. ശുശ്രൂഷകർ ദൈവത്തിന്റെ ദാനം. सेवकाई प्रभु का दान നമ്മുടെ है. വരങ്ങൾ ദൈവത്തിന്റെ ദാനം. सारे वरदान प्रभु के दान ഈ है. ശ്രേഷ്ഠമായ ഉപദേശം ദൈവത്തിന്റെ ദാനം. श्रेष्ठ उपदेश प्रभु का दान है. ദൈവത്തിന് മഹത്വം प्रभु ഉണ്ടാകും. के नाम की तारीफ हो. ആ ശ്രേഷ്ഠമായ ഒരു ഉപദേശം നമുക്കുണ്ട്. हमको एक श्रेष्ठ उपदेश है. ദൈവത്തിന് മഹത്വം प्रभु ഉണ്ടാകും. की नाम की तारीफ നമുക്ക് हो. ഓരോ മീറ്റിംഗുകൾ പ്ലാൻ ചെയ്യുമ്പോഴും जब एक एक मीटिंग हम योजना करते हैं, ഇങ്ങനെ തുടർച്ചയായി മീറ്റിംഗുകൾ വരും. क्योंकि हमको लगातार निरंतर ऐसा मीटिंग आते रहता है. ഇങ്ങനെ ഒരു മീറ്റിംഗ് കഴിഞ്ഞെന്ന് അടുത്ത മീറ്റിംഗ് ഇങ്ങനെ തുടർച്ചയായി एक मीटिंग और दूसरी मीटिंग ऐसे जारी रहता है. എപ്പോഴൊന്നും സമയം കിട്ടത്തില്ല. कभी कभी समय नहीं मिलता പക്ഷേ है. ആ മീറ്റിംഗിന്റെ പ്രോഗ്രാമുകൾ പറയുമ്പോൾ തന്നെ जब उस मीटिंग के प्रोग्राम बोलते हैं, ഞാൻ ആ രാത്രിയിൽ 2 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. और उस समय में उस रात को 2 बजे उठता हूँ. യജമാനൻ, ഞാൻ ഇൻഡോറിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. बोले मालिक मुझे इंदौर जाना है. അവിടെ എന്താണ് പ്രസംഗിക്കുന്നത്? वहाँ मुझे क्या प्रचार करना है, ദയവായി ഒന്ന് പറഞ്ഞാൽ. आप मुझे बताइए. ആത്മാവ് പറഞ്ഞു तब आत्मा मुझे बता के देता. പെട്ടെന്ന് നമ്മളൊരു പേപ്പർ കഷ്ണത്തിൽ उसके എഴുതിയെടുക്കും. बाद वो कागज के टुकड़े में उसको लिख ഈ लेता. ഉപദേശം എവിടെ നിന്നാണ്? ये उपदेश कहाँ से അത് है? ദൈവത്തിന്റെ ദാനം. ये प्रभु का दान എന്തിനാണ്? है. किस लिए? നാം പിതാവിന്റെ അടുക്കലേക്ക് പോകുക. ताकि पिता के पास जाने के लिए വീണ്ടും നാം തിരുവഴുത്തിലേക്ക് വരും. वापस हम धर्मशास्त्र में आ जाए. ദൈവത്തിന്റെ ദാനമായി നിത്യതയിൽ നമുക്കൊരു കെട്ടിടമുണ്ട്. और प्रभु के दान रूपी हमारे लिए एक इमारत मकान है. വിശുദ്ധ പൗലോസ് ലേഖനം എഴുതുമ്പോൾ प्रेरित पौलुस पत्री में कहते हैं 2 കോരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യം. दूसरा कुरिन्थी 5 का 1. അവിടെ എന്താണ് वहाँ എഴുതിയിരിക്കുന്നത്? क्या लिखा हुआ है? പുറമേ ഉള്ള ശരീരം ദ്രവിച്ചു പോയാൽ, बाहरी शरीर नष्टमान होने से भी, പുറമേ ഉള്ള ഈ ശരീരം ദ്രവിച്ചു പോയാൽ, पुराना बाहर का शरीर नष्टमान होने से भी, ഞങ്ങൾക്ക് മീതെ ഒരു കെട്ടിടമുണ്ട്. हमारे ऊपर एक घर है. ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. परमेश्वर का दान रूपी एक घर स्वर्ग में है. ദൈവവൈദ്യരെ, प्रिय प्रभु के लोगों, ഈ ലോകത്തിന്റെ ജീവിതയാത്രയ്ക്ക് ശേഷം इस दुनिया की यात्रा के बाद നീ സ്വർഗത്തിലെത്തുമ്പോൾ जब स्वर्ग पहुंचेंगे, അവിടെ നിനക്ക് ദാനമായ ഒരു കെട്ടിടമുണ്ട്. आपके लिए घर है जो दान रूपी എത്ര है. ദൈവമക്കൾ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते ഞാൻ हैं? സ്വർഗത്തിലെത്തുമ്പോൾ जब मैं ഞാൻ എന്റെ യേശുവിനെ കാണും. मैं यीशु को देखूंगा, ഞാൻ എന്റെ രാജാവിനെ കാണും. अपने राजा को देखूंगा. എനിക്ക് എന്റെ രാജാവ് ദാനമായ ഒരു കെട്ടിടം തരും. मेरा राजा दान रूपी एक घर देगा. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 2 കോരിന്ത്യർ 5-ന്റെ 1. दूसरा कुरिन्थी 5 का 1. ദയവായി അതൊന്ന് പെട്ടെന്ന് വായിച്ചാൽ. जल्दी से पढ़िए. ഭവനം അഴിഞ്ഞു പോയാൽ, കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ, കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. സ്വർഗത്തിൽ ഇനി ഒരു ദാനമുണ്ട്. स्वर्ग में एक दान है.
നമ്മൾ കൃപയെക്കുറിച്ച് എന്താ പഠിച്ചത്? अनुग्रह के बारे में हमने क्या पढ़ा? കൃപയുടെ ലാസ്റ്റ് നിത്യതയിലെ ശുഭ്രവസ്ത്രമാണ്. और अनुग्रह का अंतिम जो है वो श्वेत वस्त्र है. യേശുവിന്റെ രക്തത്തിന്റെ അവസാന നിത്യതയിലെ വീണ്ടെടുപ്പാണ്. और यीशु मसीह का लहू का अंतिम भाग उसका जो स्वर्ग में जो उद्धार है. ദൈവത്തിന്റെ ദാനത്തിന്റെ അവസാനം സ്വർഗത്തിൽ നമുക്കൊരു വീടുണ്ട്. और उस दान का अंतिम जो है हमारे लिए एक स्वर्ग में घर है. ഇതിനെക്കുറിച്ച് നമ്മൾ നല്ല അറിവുള്ള മനുഷ്യരായിരിക്കണം. इस बारे में अच्छी जानकारी हमें होनी चाहिए. യേശു എന്ത് പറയുന്നു? यीशु क्या बोलते എന്നിൽ हैं? കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകുന്നില്ല. बिना मेरे जरिए कोई पिता के पास पहुंच नहीं सकता. പോകേണ്ടതിന് നമുക്ക് ദൈവത്തിന്റെ കൃപ വേണം. उसके लिए प्रभु का अनुग्रह चाहिए. അവിടേക്ക് പോകുവാൻ യേശുവിന്റെ രക്തം വേണം. उसके लिए प्रभु का लहू चाहिए. അതിലുപരിയായി നമുക്ക് ദൈവത്തിന്റെ ദാനം വേണം. इससे ऊपर प्रभु का दान നമുക്ക് चाहिए. ദൈവത്തോട് പ്രാർത്ഥിക്കണം. प्रभु से प्रार्थना കർത്താവേ, करें, ആ ദാനങ്ങൾ हे എനിക്ക് प्रभु दान मुझे दे दे. അഭിഷേകം ദൈവത്തിന്റെ ദാനമാണ്. अभिषेक प्रभु का दान है. കൃപാവരങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. जितने वरदान है उसके दान ചിലപ്പോ है. നമ്മൾ ചിന്തിക്കും ദൈവം നമ്മളെ ലിസ്റ്റിൽ നിന്ന് വെട്ടിയിരിക്കുകയാണ്. कभी कभी हम सोचते हैं कि प्रभु हमें सूची से हटा दिया है. ചിലരങ്ങനൊക്കെ ചിന്തിച്ചു കളയും. कभी कभी ऐसा सोचते हैं. ദൈവം നമ്മെ ആ ദൈവത്തിന്റെ ലിസ്റ്റിൽ നിന്ന് വെട്ടിയിരിക്കുകയാണോ? कभी कभी क्या प्रभु हमको उस सूची से हटा दिया है क्या? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. प्रभु के नाम की महिमा हो. ദൈവം നമ്മളെ മറന്നൊന്നും प्रभु പോകത്തില്ല. हमें भूलता नहीं है. ലോകപ്രശസ്തനായ ഒരാളാണ് വില്യം ബൂത്ത്. और विलियम बूथ एक प्रसिद्ध व्यक्ति था. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായി. आपने उनका नाम भी सुना होगा. ലോകപ്രശസ്തമായ ഒരു വലിയ സംഘടനയാണ് സാലുവേഷൻ ആർമി. साल्वेशन आर्मी बहुत बड़ा संगठन है, बहुत बड़ा धर्म मतालंबी है. ഈ ദേശത്ത് അതുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. इस इंदौर में है कि नहीं मुझे मालूम नहीं है. ഇൻഡോറിൽ ഇവിടെ സാലുവേഷൻ ആർമി ഉണ്ടോ? साल्वेशन आर्मी है इंदौर में. ആ. അത് വർഷങ്ങൾക്ക് മുൻപ് ലണ്ടനിലാണ് ആരംഭിച്ചത്. ये साल्वेशन आर्मी बहुत साल पहले लंदन में शुरू हुआ था. ആ ലണ്ടനിലെ ഒരു ആർമി ക്യാപ്റ്റൻ വില്യം ബൂത്താണ് ആ സംഘടന രൂപീകരിച്ചത്. और लंदन में जो एक आर्मी का कैप्टन जो था विलियम बूथ, हाँ। इसने ये साल्वेशन आर्मी को शुरू किया. അതൊരു വലിയ പ്രസ്ഥാനമാണ്. वो बहुत बड़ा संगठन था. അമേരിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ അതൊരു വലിയ സംഘടന. अमेरिका और लैटिन अमेरिका में ये बहुत बड़ा संगठन है साल्वेशन आर्मी. അതിലൊരു വലിയ ആളായിരുന്നു വില്യം ബൂത്ത്. उसमें से एक बड़ा व्यक्ति था विलियम बूथ. ആയിരങ്ങൾ വന്ന് ആ സംഘടനയോടുകൂടെ ചേർന്നുകൊണ്ടേയിരുന്നു. और उस समय हजारों हजारों लोग इस संगठन से जुड़ जाते थे. അപ്പോൾ ഒരു ദിവസം ഒരു നീഗ്രോ, ദരിദ്രനായ മനുഷ്യൻ, और उस समय एक कंगाल व्यक्ति, एक नीग्रो काला आदमी आया उसके पास. അദ്ദേഹത്തിന്റെ പേര് ശമുവേൽ ബ്രിങ്കിൾ എന്നായിരുന്നു. उसका नाम था शमुएल ब्रिंकल. ശമുവേൽ ബ്രിങ്കിൾ വില്യം ബൂത്തിന്റെ അടുക്കൽ ചെന്നു. शमुएल ब्रिंकल विलियम बूथ के पास गया. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, तो उन्होंने बोला, സാറേ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരാമോ? तो उन्होंने बोला कि छोटा सा एक आप एक काम दे सकते हैं क्या? സാറേ നിങ്ങളോടുകൂടെ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരാമോ? वो निग्रो ने बोला कि आपके साथ मुझे छोटा सा काम दे सकते हैं क्या? അപ്പൊ വില്യം ബൂത്ത് ചോദിച്ചു, तब विलियम बूथ ने पूछा, നിനക്കെന്ത് വിദ്യാഭ്യാസമുണ്ട്? बोले तू क्या पढ़ा लिखा है? അപ്പോൾ ശമുവേൽ ബ്രിങ്കിൾ പറഞ്ഞു, സോറി സാർ എനിക്ക് വിദ്യാഭ്യാസമൊന്നും. तो शमुएल ब्रिंकल ने बोला, मैं तो अशिक्षित हूं, मैं अनपढ़ हूं. ഞാൻ നിനക്ക് എന്ത് ജോലി തരാനാണ്? तो विलियम बूथ बोला, मैं तुझे क्या काम दूं फिर? പോയിക്കാട്ടെ. अब बोले जाओ. ശമുവേൽ ബ്രിങ്കിൾ ദുഃഖിതനായി വീട്ടിൽ. और शमुएल ब्रिंकल जो है बड़े दुखित होकर घर लौटा. വീണ്ടും ശമുവേൽ ബ്രിങ്കിളിന്റെ അമ്മ പറഞ്ഞു, उसके बाद शमुएल ब्रिंकल की मां ने बोला, നീ ഒന്നുകൂടെ പോയി വില്യം ബൂത്തിനോട് ചോദിക്കും. बोले आप एक बार और जाकर के विलियम बूथ से रिक्वेस्ट करो, विनती करो. അപ്പൊ വീണ്ടും പോയി ചോദിച്ചു. ये फिर से जाके पूछा. വില്യം ബൂത്ത് അദ്ദേഹത്തെ ഓടിച്ചു കളഞ്ഞു. फिर विलियम बूथ ने फिर भगा दिया उसे. വീണ്ടും ശമുവേൽ ബ്രിങ്കിൾ വന്നു. फिर शमुएल ब्रिंकल उसके पास സാറേ, आया. എനിക്ക് യേശുവിനെ സേവിക്കാൻ ഇഷ്ടമാണ്. बोले मुझे यीशु मसीह की सेवा करना है. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി आप തരാമോ? मुझे छोटा सा छोटा भी कुछ काम दे दो. ഇവൻ കൂടെ കൂടെ വന്ന് ചോദിച്ചപ്പോൾ ഈ വില്യം ബൂത്ത് അങ്ങ് ബുദ്ധിമുട്ടി. और जब बार बार इसके पास आ गया तो ये विलियम बूथ भी परेशान हो गया. അപ്പൊ വില്യം ബൂത്ത് പറഞ്ഞു, നിനക്ക് ഞാനൊരു ജോലി തരാം. तो विलियम बूथ ने बोला, मैं तुझे काम देता हूँ. ആ ജോലിക്ക് ശമ്പളം ഒന്നും തരത്തില്ല. उस काम के लिए पगार नहीं मिलेगा. ആ കാന്റീനിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിച്ചോണം. और कैंटीन में खाना मिलेगा तो जाके खाना. എന്താ ജോലി? बोले काम क्या है? ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഷൂ പോളിഷ് ചെയ്യുന്ന ജോലിയാണ്. बोले यहाँ जितने यहाँ लोग जो सेवक लोग काम करते हैं उनका जूता चमकाना, पॉलिश करना. ശമുവേൽ ബ്രിങ്കിൾ പറഞ്ഞു, ശരി और സാർ. तो शमुएल ब्रिंकल बोला, हाँ मंजूर है. ശമുവേൽ ബ്രിങ്കിൾ ആ മുറിയിലേക്ക് പോയി. शमुएल ब्रिंगल उस कमरे में गया. ഓരോരുത്തരും അവരുടെ ഷൂ പോളിഷ് ചെയ്യാൻ കൊണ്ടുകൊടുക്കും. अपने सारे जो लोग वहाँ काम करने लोग अपना जूता चमकाने के लिए देंगे. അപ്പോൾ ശമുവേൽ ബ്രിങ്കിൾ അതിൽ ചുംബനം ചെയ്യും.
ये शू को चुंबन करेगा, അതിനുശേഷം ഷൂ പോളിഷ് उसके ചെയ്യും. बाद शू को पॉलिश करेगा, जूता पॉलिश करेगा. വർഷങ്ങൾ പലത് കഴിഞ്ഞുപോയി. साल ऐसी गुजरते गए, 18-16 വർഷത്തോളം കഴിഞ്ഞുപോയി. ऐसे 16 साल 18 साल हो गया. ശമൂവേൽ ബ്രിങ്കിൾ ഇങ്ങനെ ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരുന്നു. शमूएल ब्रिंकल ऐसा जूता चमकाते रहा दूसरे लोगों का. ഒരു ദിവസം ലണ്ടൻ പട്ടണത്തിൽ വലിയൊരു ക്രൂസൈഡ് നടന്നു. और उस लंदन शहर में बहुत बड़ा एक क्रूसेड ऐसा मीटिंग हुआ. വലിയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. लाखों लोग वहाँ भाग लिए. വലിയ ജനക്കൂട്ടമാണ്. बहुत बड़ा जन समूह आया. ഒന്നാം ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞു. पहला मीटिंग हो गया, രണ്ടാം ദിവസത്തെ മീറ്റിംഗ് दूसरा കഴിഞ്ഞു. मीटिंग हो गया, മൂന്നാം ദിവസം രാവിലെ तीसरा दिन सवेरे. പെട്ടെന്ന് വില്യം ബൂത്തിനൊരു ടെലഗ്രാം കിട്ടി. और विलियम बूथ को एक टेलीग्राम मिला. സോറി സാറേ, എനിക്ക് വന്നു ചേരാൻ ഒക്കത്തില്ല. तो बोले कि विलियम बूथ ने बोला कि तार दिया कि मैं नहीं आ सकता मीटिंग അതുകൊണ്ട് में. മറ്റാരെങ്കിലും കൊണ്ട് പ്രസംഗിപ്പിക്കാൻ. बोले आप किसी के द्वारा भी प्रचार करवा लो. അന്ന് പ്രസംഗിക്കാൻ വരേണ്ട ആള് വന്നില്ല. और उस दिन प्रचार करने जो आने का था वो नहीं आया. വില്യം ബൂത്തിന് ആകെ ടെൻഷൻ. और विलियम बूथ एकदम परेशान हो गया, तनाव में हो വില്യം गया. ബൂത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. विलियम बूथ ने प्रभु से प्रार्थना किया. എന്താ ചെയ്യേണ്ടത്? बोले मैं क्या करूं? അപ്പൊ ദൈവം പറഞ്ഞു, വില്യം ബൂത്ത് प्रभु ने बोला विलियम बूथ, ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കേണ്ട ആള് ഈ കോമ്പൗണ്ടിലുണ്ടെന്ന്. बोले कि आज रात को प्रचार करने के लिए एक व्यक्ति इस कंपाउंड में है. ഈ കോമ്പൗണ്ടിലുണ്ടോ? बोले इस कंपाउंड में है? ഞാൻ അറിയാത്ത ഒരാൾ ഈ കോമ്പൗണ്ടിലുണ്ടോ? मैं जानने बिना वाला कोई व्यक्ति इधर है क्या? അതാരാണ്? वो कौन होगा? അപ്പോൾ ദൈവം പറഞ്ഞു, വില്യം ബൂത്ത് और तब प्रभु ने बोला ഈ മീറ്റിംഗ് എന്റേതാണ്. ये मीटिंग मेरा ഈ है, വരുന്ന ജനം എന്റേതാണ്. जितने लोग आते हुए मेरे ഇവിടെ हैं. പ്രസംഗിക്കേണ്ട ദൂത് എന്റേതാണ്. और यहाँ जो प्रचार किया जाने वाला भी दूत പ്രസംഗിക്കേണ്ടത് मेरा है. ആരാണെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. और कौन प्रचार करेगा इसका फैसला भी मैं ही लूंगा. സമയം കഴിഞ്ഞുപോയി. समय गुजरता गया. 3 മണിയായി. 3 बज गए. വില്യം ബൂത്ത് ചാപ്പലിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കും. और विलियम बूथ जाकर के मंदिर में जाकर के गिरजा में जाकर रो की प्रार्थना किया. ആരാണ് കർത്താവേ? वो प्रभु कौन है? ആരാണ്? कौन है? അപ്പം ദൈവം സ്നേഹത്തോടെ പറഞ്ഞു, तब प्रभु प्रेम से बोला, വില്യം ബൂത്ത് विलियम बूथ 16 വർഷമായി നിന്റെ ഷൂ പോളിഷ് ചെയ്യുന്ന ഒരു ശമൂവേൽ ബ്രിങ്കിൾ ഉണ്ടല്ലോ. बोले एक व्यक्ति है जो 16 साल से तेरा जूता चमकाता है, शमूएल ब्रिंकल. അവനാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. बोले वो रात आज प्रचार करेगा. ദൈവമേ, അവന് വിദ്യാഭ്യാസമില്ല. तो बोले प्रभु वो तो अनपढ़ है, അവന് ബൈബിൾ അറിഞ്ഞുകൂടാ. उसको तो बाइबल मालूम नहीं ഓ, है. എന്തൊരു മണ്ടത്തരം. बोले कितनी बुद्धिहीनता है. വില്യം ബൂത്ത് ടെൻഷൻ അടിക്കുക. और विलियम बूथ एकदम तनाव में हो गया. ദൈവം പറഞ്ഞു, ഞാൻ പ്രസംഗിപ്പിക്കേണ്ടത് പ്രസംഗിപ്പിച്ചോളാം, നീ മിണ്ടാതിരുന്ന. और तो प्रभु ने बोला कि जिससे प्रचार करवाना है मैं प्रचार करवा लूंगा, लेकिन तू टेंशन मत लेना. വില്യം ബൂത്ത് ഓടി ശമൂവേൽ ബ്രിങ്കിളിന്റെ അടുക്കൽ ചെന്നു. तब तुरंत विलियम बूथ शमूएल ब्रिंकल के पास അപ്പോൾ गया. അദ്ദേഹത്തിന്റെ തലമുടിയൊക്കെ വളർന്നു. और उस समय शमूएल ब्रिंकल का उसका बाल सब बढ़ गया था. താടി രോമങ്ങളൊക്കെ और വളർന്നു. एकदम दाढ़ी उड़ी सब बढ़ गया था. വസ്ത്രമൊക്കെ മുഷിഞ്ഞിരിക്കുന്നു. और ड्रेस वगैरह पूरा खराब വില്യം था. ബൂത്ത് ഓടിച്ചെന്നു. वो विलियम बूथ जा करके കഥകിൽ കൊട്ടി. बोले दरवाजा में खटखटाया. ശമൂവേൽ ബ്രിങ്കിൾ ഇറങ്ങി വന്നു. बोले तब शमूएल ब्रिंकल बाहर आया. എന്താണ് സാർ ടെൻഷൻ അടിക്കുന്നത്? बोले आप क्या टेंशन ले रहे हैं? ശമൂവേൽ ബ്രിങ്കിൾ ഇന്ന് ക്രൂസൈഡിന് പ്രസംഗിക്കേണ്ട ആള് വരത്തില്ലല്ലോ, എന്ത് ചെയ്യും? तो बोले कि आज क्रूसेड में जो प्रचार करने का है वो तो आज आया नहीं है. ഞാൻ പ്രസംഗിക്കാം സാറേ. तो वो शमूएल बोलने लगा मैं प्रचार कर लूंगा. വില്യം ബൂത്ത് ഭയപ്പെട്ടു പോയി. ओ विलियम बूथ डर गया. വില്യം ബൂത്ത് തന്നെ പുറത്തു കൊണ്ടുവന്നു. और उसके बाद उसको बाहर लेके आया. പെട്ടെന്ന് തലമുടിയൊക്കെ കട്ട് ചെയ്ത് നല്ല ക്ലീൻ ആക്കി. और बाल सब कटवा करके उसको एकदम साफ सुथरा कर दिया. അപ്പൊ അദ്ദേഹത്തിന് പറ്റിയ പാൻസ് ഇല്ല. उसके बाद उसके लिए पैंट नहीं അപ്പൊ था. വില്യം ബൂത്തിന്റെ പാൻസ് കൊടുത്തു. तो विलियम बूथ ने अपना पैंट दिया. പക്ഷെ അത് ചേരുന്നില്ല. वो उसको ठीक से नहीं होता അപ്പോൾ था. ഒരു ചരട് വെച്ച് കെട്ടി. उसके बाद एक रस्सी से उसे बांधा. അതിനുശേഷം ഒരു കുപ്പായം ഇട്ടു. उसके बाद उसके ऊपर में एक बड़ा कपड़ा पहनाया. ആ ഉടുപ്പിന് നീളം കൂടുതലാണ്. और वो कपड़ा भी लंबा था. അപ്പോൾ അത് പിന്ന് വെച്ചൊക്കെ കുത്തി മടക്കി. उसको पिन से फिर उसको सजा के रखा. അതിനുശേഷം ശമൂവേൽ ബ്രിങ്കിൾ അവിടോട്ട് പോവുക. और उसके बाद ये सब ड्रेस पहन करके शमूएल ब्रिंकल अब स्टेज की ओर जाता है. വില്യം ബൂത്ത് വിറച്ചു പോയി. और विलियम बूथ डरने लगा, कांपने लगा. ശമൂവേൽ ബ്രിങ്കിൾ സ്റ്റേജിലേക്ക് വന്നു. और शमूएल ब्रिंकल उस स्टेज पर आ गया. ആയിരങ്ങൾ ഇരിക്കുക. हजारों लोग बैठे.
അപ്പോൾ വില്യം ബൂത്ത് പറഞ്ഞു, उस समय विलियम बुद्ध ने बोला, ഇന്ന് രാത്രി നമ്മോട് ദൂതറിയിക്കാൻ ശമൂവേൽ ബ്രിങ്കിൾ വന്നിട്ടുണ്ട്. आज हमारे बीच में वचन का प्रचार करने के लिए शमूएल ब्रिंकल आए വില്യം हैं। ബൂത്തിന് അറിയാം എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു ഒപ്പിക്കും. और विलियम बुद्ध को समझ में आ गया कि ये कुछ न कुछ बोल करके निपटा देगा। ഇത് പറഞ്ഞേച്ച് വില്യം ബൂത്ത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഏറ്റവും പുറകിൽ പോയി. और ये जब इंट्रोडक्शन करने के बाद विलियम बुद्ध स्टेज के एकदम पीछे चला गया। എന്നാൽ ശമൂവേൽ ബ്രിങ്കിൾ സ്റ്റേജിലേക്ക് വന്നു. उस समय शमूएल ब्रिंकल स्टेज में आया। ആ തന്റെ പഴയ ബൈബിൾ മാർവോട് ചേർത്ത് പിടിച്ചു. वो पुराना बाइबल को उसने सीने से തനിക്ക് लगाया। പ്രസംഗിക്കാൻ ഒരു വാക്കേ ഉള്ളൂ. उसको प्रचार करने के लिए एक ही वचन താൻ है। ശക്തിയായി പ്രസംഗിച്ചു. उन्होंने हिम्मत से प्रचार किया। ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും ശക്തനാണ്. मुझे सामर्थ्य देने वाला परमेश्वर से सब कुछ संभव താൻ है। ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ऐसा बोलते रहा। ഇടയ്ക്ക് വില്യം ബൂത്ത് കണ്ണു തുറന്നു. जब उसने अचानक विलियम बुद्ध ने आंख खोला ചെയറിൽ ആരെയും കാണുന്നില്ല. और चेयर में कोई नहीं दिखा। ആരും ചെയറിലില്ല. कोई भी चेयर में नहीं है। എല്ലാവരും എണീറ്റ് പോയതാണോ? सब लोग उठ के चले गए വില്യം क्या? ബൂത്ത് എഴുന്നേറ്റ് നോക്കുമ്പോ विलियम बुद्ध जब उठ के देखा, എല്ലാവരും ചെയറിന്റെ മുൻപിൽ കമന്നു കിടക്കുകയാണ്. सारे लोग कुर्सी के सामने में गिरे पड़े വില്യം हैं। ബൂത്ത് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. बहुत जल्दी विलियम बुद्ध आगे उठा, അദ്ദേഹം സ്റ്റേജിലേക്ക് ഓടി വന്നു. स्टेज में दौड़ के आ गया അദ്ദേഹം വില്യം ശമൂവേൽ ബ്രിങ്കിളിന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. और वो शमूएल ब्रिंकल के पैरों को पकड़ लिया। ശമൂവേൽ ബ്രിങ്കിൾ, बोले मिस्टर शमूएल ब्रिंकल, ശമൂവേൽ ബ്രിങ്കിൾ, मिस्टर शमूएल ब्रिंकल, അയ്യോ അങ്ങ് ഇത്ര വലിയവനാണോ? आप इतने बड़े हैं क्या? ആ രാത്രിയിൽ യേശു വില്യം ബൂത്തിനോട് പറഞ്ഞു, उस समय यीशु ने विलियम बुद्ध से बोला, വില്യം ബൂത്തേ, विलियम കഴിഞ്ഞ बुद्ध, 16 വർഷം നിന്നെ ഷൂ പോളിഷ് ചെയ്യുമ്പോ ओ जब पिछले 16 साल जब तेरा जूता चमकाया, അവൻ ഒരു ദിവസം പോലും എന്നോട് മുഷിഞ്ഞ് സംസാരിച്ചിട്ടില്ല. एक दिन भी अनावश्यक बात नहीं किया मुझसे। അധികം വൈകി മുമ്പേ വില്യം ബൂത്ത് ഒഴിഞ്ഞ് ശമൂവേൽ ബ്രിങ്കിൾ സാൽവേഷൻ ആർമിയുടെ ലീഡറായി. उसके बाद विलियम बुद्ध हटने के बाद शमूएल ब्रिंकल साल्वेशन आर्मी का चीफ बना। പ്രിയ ദൈവ പൈതലേ, प्रिय प्रिय लोगों, ഒരിക്കലും ദൈവം നമ്മെ മറക്കുന്ന ദൈവമല്ല. प्रभु भूलने वाला परमेश्वर नहीं है। കർത്താവായ യേശുവിനെ ദാനമായി തന്ന പിതാവ് यीशु को दान दिया हुआ पिता परमेश्वर, അതോടുകൂടെ നമുക്ക് സകലതും തരും. सब कुछ हमें मिल जाएगा। യേശു സിയോനിലേക്ക് പോയി. यीशु सियोन में गया, ഇപ്പോൾ യേശു സിയോനിലെ രാജാവ്. अभी सियोन का राजा है। അവൻ നമുക്ക് ദാനങ്ങളെ वो തന്നിരിക്കുന്നു. हमको दान दिया है। രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. उद्धार प्रभु का दान है। അഭിഷേകം ദൈവത്തിന്റെ ദാനമാണ്. पवित्र आत्मा प्रभु का दान ഈ है। ശുശ്രൂഷകർ ദൈവത്തിന്റെ ये ദാനമാണ്. सब सेवकाई प्रभु का दान ഈ है। കൃപാവരം ദൈവത്തിന്റെ ദാനമാണ്. ये वरदान प्रभु का ഈ दान है। ഉപദേശം ദൈവത്തിന്റെ ये ദാനമാണ്. उपदेश प्रभु का दान है। ഇനി നമുക്ക് ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ട്. स्वर्ग में हमारे लिए दान रूपी घर ഈ है। രാത്രിയിൽ നമുക്ക് നീതിയുള്ള പിതാവിനെ സ്തുതിക്കാം. आइए हम उस स्वर्गीय पिता के धन्यवाद നമുക്ക് करें, പിതാവിന്റെ അടുക്കലേക്ക് പോകാം. पिता के पास जाए। യേശുവിന്റെ ജനനത്താൽ നമുക്ക് കൃപ ലഭിച്ചു. यीशु के अनुग्रह, यीशु से जन्म से अनुग्रह मिला। യേശുവിന്റെ മരണത്താൽ നമുക്ക് രക്തം ലഭിച്ചു. उसकी मृत्यु से लहू मिला। യേശുവിന്റെ രാജ്യത്താൽ നമുക്ക് ദാനങ്ങളെ ലഭിച്ചു. और उसके राज्य से में धार्मिकता നമ്മുടെ मिला। യേശു ഇപ്പോൾ സിയോനിൽ രാജാവാണ്. सियोन में राजा है। നമ്മുടെ ദൈവം നമ്മെ ഒരിക്കലും മറക്കത്തില്ല. हमारा प्रभु कभी हमें नहीं भूलता। നമ്മൾ ചിന്തിച്ചേക്കാം, മറന്നേക്കാം. कभी कभी सोचते कि वो शायद भूल गया होगा। മറക്കത്തില്ല नहीं സഹോദരൻ. भूलेगा लोगों। ദൈവത്തിന്റെ ഓർമ്മയുടെ പുസ്തകത്തിലെല്ലാം എഴുതി सब कुछ വെച്ചിട്ടുണ്ട്. उसके स्मरण की किताब में लिखा ശമൂവേൽ है। ബ്രിങ്കിളിനെ ഓർത്തൊരു ദൈവം നമുക്കുണ്ട്. हमको शमूएल ब्रिंकल को याद किया परमेश्वर हमारे लिए भी है। ദൈവത്തിന് മഹത്വം वो ഉണ്ടാകും. की नाम की महिमा हो। ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് താണിരിക്കാം. उसके हाथों में समर्पण നമുക്ക് करें। നമ്മുടെ പിതാവിന്റെ അടുക്കൽ हम തിരികെ अपने പോകാം. पिता के पास लौट आए। യേശുവാണ് ഏക വഴി. यीशु एक ही ഈ रास्ता രാത്രി है। നമുക്ക് പിതാവിനെ സ്തുതിക്കാം. पिता की स्तुति करें। ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. एक मिनट के लिए अपनी आंखों को बंद करें। കഴിയുന്നിടത്തോളം എല്ലാ ദൈവമക്കളും മുഴങ്കാൽ മേലിരുന്ന हो सके तो घुटने में बैठे। ദയവായി ദൈവ സാന്നിധ്യം ഒന്നും നഷ്ടപ്പെടുത്തി प्रभु കളയരുത്. के सानिध्य को नष्ट न करे। മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളിടയ്ക്ക് ഓടി അവർ ശാപയോഗ്യരാകാൻ ദയവായി നിങ്ങൾ അനുവദിക്കരുത്. बच्चे लोग इधर उधर दौड़ने के लिए, श्रापित होने के लिए अनुमति मत देना। പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. प्रभु इस आत्मा को अपने हृदय को दे दो। കഴിയുന്നിടത്തോളം എല്ലാവരും മുഴങ്കാൽ മേലിരുന്ന जितना तक हो सके घुटने में बैठे। ഒരു നിമിഷം നമുക്ക് നമ്മുടെ പരിശുദ്ധ പിതാവിന്റെ മുഖം ധ്യാനിക്കാം. एक बार हमारे पवित्र परमेश्वर के चेहरा को देखे। പ്രിയ ദൈവ പൈതലേ, प्रिय परमेश्वर के लोगों, ഒരുപാട് ദുഃഖത്തോടെ
ദുഃഖത്തോടും നിരാശയോടും കൂടാണോ ഇന്ന് രാത്രി क्या വന്നിരിക്കുന്നത്? आप दुख के साथ, निराशा के साथ आए हैं? നിന്റെ മനസ്സ് ഏറ്റവും വരണ്ടുണങ്ങിയാണോ क्या ദൈവസന്നിധിയിരിക്കുന്നത്? आपका मन सूखा है क्या? ഈ രാത്രി പുനരുദ്ധാനത്തിന്റെ ശക്തി നിന്നിൽ ഒഴുകിയെത്തും. आज पुनरुत्थान की शक्ति आपके अंदर में അപ്പോൾ रहने वाली നിന്റെ है। മനസ്സൊരു ഉദ്യാനമായി മാറും. आपका मन उद्यान बगीचा നീ बन जाएगा। നിരാശയുടെയും പാപത്തിന്റെ അടിത്തട്ടിൽ കിടക്കുകയാണോ? निराशा और पाप में है क्या? ഈ രാത്രി ആ പുനരുദ്ധാന ശക്തി നിന്നിൽ ഒഴുകിയെത്തും. पुनरुत्थान की शक्ति आप में बहेगी। അപ്പോൾ നിന്നെ ഉയർപ്പിച്ച് ആശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും സിംഹാസനത്തിൽ കൊണ്ടുപോകും. आपको जिला करके आश्वासन के सिंहासन में ले നീ जाएगा। ഒരു പ്രാകൃത മനുഷ്യനാണോ? आप एक प्राकृतिक व्यक्ति है ഈ क्या? രാത്രി ആത്മാവ് നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടും. आत्मा आपके शरीर को रूपांतरण करना चाहती പിതാവ് है। യേശുവിനെ നമുക്ക് ദാനമായി തന്നു. पिता ने यीशु को दान होकर നമ്മുടെ दिया। മനസ്സിനെ ഒന്ന് ഏകാഗ്രപ്പെടുത്തിക്കാം. हमारे मन को एक चित्त बनाए। നിന്റെ ഭാരം എന്തും ആയിക്കൊള്ളട്ടെ, आपका बोझ कुछ भी क्यों न നിന്റെ हो, വേദനകൾ എന്തും आपका ആയിക്കൊള്ളട്ടെ, दर्द कुछ भी क्यों न നിന്റെ हो, പ്രതിസന്ധി എന്തും ആയിക്കൊള്ളട്ടെ, आपकी समस्या कुछ भी क्यों न हो, പ്രിയ ദൈവവൈതലേ, प्रिय देव परमेश्वर के लोगों, നിന്റെ പുറമേയുള്ള വേദന ഒരു പരിധിവരെ സഹായിക്കും. और आपकी बाहर की वेदना थोड़ा तक मदद करेगी, നിന്റെ ശരീരത്തിലെ വേദനകളെ ഒരു പരിധിവരെ മരുന്നിന് സഹായിക്കും. और आपकी वेदना को दवा थोड़ा तक ठीक करेगा। നിന്റെ ശരീരത്തിലെ വേദന ഒരു പരിധിവരെ മരുന്നിനും ഡോക്ടർക്കും നിന്നെ സഹായിക്കും. आपका दर्द डॉक्टर थोड़ा हद तक ठीक करेगा, എന്നാൽ നിന്റെ മനോവേദനയെ ആര് സഹായിക്കും? लेकिन आपकी मनोवेदना को कौन दूर करेगा? നിന്റെ ആത്മാവിലുള്ള പാതാള വേദനയെ ആര് സഹായിക്കും? आपकी आत्मा के अधोलोक को कौन दूर നീ करेगा? ഇപ്പോൾ മനോവേദനപ്പെട്ടല്ലേ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? आप प्रभु के सम्मुख में मनोवेदना നീ के साथ പാതാള बैठे हैं। വേദന പിടിച്ചല്ലേ ഇരിക്കുന്നത്? अधोलोक की वेदना के साथ बैठे हैं। കർത്താവേ, ഞാനൊരു അരിഷ്ടനെന്നല്ലേ हे പറയുന്നത്? प्रभु मैं का भागा हूँ। അയ്യോ, നീ എന്നെ മറന്നത് എന്തെന്നല്ലേ ചോദിക്കുന്നത്? आप पूछते हैं प्रभु तू क्यों भूल ഇല്ല, गया? ദൈവവൈദ്യലേ, ദൈവം നിന്നെ മറന്നിട്ടില്ല. प्रभु के लोगों प्रभु आपको भूला नहीं है। ദൈവം ജോസഫിനെ ഓർത്തു. यीशु ने परमेश्वर ने यूसुफ को याद ദൈവം किया। ജോസഫിനെ ഓർത്തു. परमेश्वर यूसुफ को याद किया। അവന്റെ അപ്പനും സഹോദരങ്ങളും മറന്നുപോയി. उसके भाई लोग और पिता भूल പക്ഷേ गए। ദൈവം ജോസഫിനെ ഓർത്തു. परमेश्वर यूसुफ को याद किया। ദൈവം റാഹേലിനെ ഓർത്തു. परमेश्वर राहेल को याद അതേ किया। ദൈവം ഇപ്പോൾ ശമൂവേൽ ബ്രിങ്കിളിനെ ഓർത്തു. वही परमेश्वर शमूएल ब्रिंकल को भी याद किया। അതേ ദൈവം നിന്നെ ഓർക്കുന്നു. वही परमेश्वर आपको भी याद ദൈവം करता നിന്നെ है। ഓർക്കുന്നു. आपको याद करता है। എല്ലാവരും നിന്നെ മറക്കട്ടെ, सब लोग भूल जाने दो, എല്ലാവരും നിന്നെ सब തള്ളിക്കളയട്ടെ, लोग तिरस्कार करने दो। അസഹ്യമായ വേദന നിന്റെ പ്രാണനെ വേട്ടയാടട്ടെ. चाहे वेदना आपके शिकार बन ഇന്ന് जाए, രാത്രി നീ ഏറ്റു പറയണം, आज कबूल करना। യേശു സിയോനിലെ രാജാവ്, यीशु सिय्योन का राजा है। യേശു സിയോനിലെ രാജാവ്. यीशु सिय्योन का राजा है। ദൈവമക്കളെ ഏറ്റു പറയും. आप लोग कबूल कीजिए। നിങ്ങളത് ഏറ്റു आप പറയുമ്പോൾ जोर से बोलिए। രോഗശക്തി നിങ്ങളെ വിട്ടുപോകും. दुनिया की शक्ति दूर हो जाएगी। ശാപശക്തി നിങ്ങളെ വിട്ടുപോകും. आपकी शक्ति दूर हो जाएगी। പൈശാച ശക്തി നിങ്ങളെ വിട്ടുപോകും. शैतान की शक्ति दूर हो जाएगी। ഭയത്തിന്റെ ആത്മാവ് വിട്ടുപോകും. भय की आत्मा दूर हो जाएगी। നിരാശയുടെ ശക്തി വിട്ടുപോകും. निराशा की शक्ति दूर हो जाएगी। യേശു സിയോനിലെ രാജാവ്. यीशु सिय्योन का राजा है। ആത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. आत्मा हमें जगाने दे। എല്ലാവരും ആ വചനം ഏറ്റു പറഞ്ഞാൽ सब लोग उस वचन को एक बार बोले। നീതിയുള്ള പരിശുദ്ധ പിതാവിനെ നമുക്ക് സ്തുതിക്കാം. उस धार्मिकता परमेश्वर को स्तुति करे। എല്ലാവരും വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ, अपने दाएं हाथ खड़ा करके, ഓ നീതിയുള്ള പരിശുദ്ധ പിതാവേ, हे धार्मिक पिता, നീതിയുള്ള പരിശുദ്ധ പിതാവേ, धर्मी पवित्र पिता, നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ. तू अपने एकलौते पुत्र को दान रूप पर दिया। ആ യേശു മുഖാന്തരം കൃപ ഞങ്ങൾക്ക് തന്നല്ലോ. यीशु के जरिए से अनुग्रह दिया। യേശു മുഖാന്തരം ആ രക്തം ഞങ്ങൾക്ക് തന്നല്ലോ. यीशु के जरिए से लहू दिया। യേശു മുഖാന്തരം ദാനങ്ങളെ തന്നല്ലോ. यीशु के जरिए से दानों को दिया। രക്ഷ ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ. उद्धार हमें दान दिया। അഭിഷേകത്തെ ദാനമായി തന്നല്ലോ. दान दिया। വിശുദ്ധന്മാരെ ദാനമായി തന്നല്ലോ. को दान दिया। കാര്യങ്ങളെ ദാനമായി തന്നല്ലോ. को दान दिया। ഉപദേശത്തെ ദാനമായി തന്നല്ലോ. दान के तौर पर दिया। യേശുവേ, यीशु, ഞാൻ മരിച്ചു സ്വർഗത്തിൽ വരുമ്പോ मैं जब मरकर स्वर्ग आऊंगा എനിക്ക് സ്വർഗത്തിൽ നീ ദാനമായോ ഒരു കെട്ടിടം തരൂ. और तू मुझे वो घर मुझे देगा। സ്വർഗത്തിൽ എനിക്ക് ദാനമായ ഒരു കെട്ടിടം തരൂ. स्वर्ग में दान रूपी घर देगा। ഞാൻ എന്റെ രാജാവിനെ കാണും. मैं अपने राजा को देखूंगा।
അപ്പോൾ ഞാൻ അവനോട് സദൃശനായി तब मैं उसके सदृश हो जाऊंगा। എല്ലാവരും ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞു. सब लोग इस वचन को बोले। ആരും അതരമടച്ച് ദയവായി മൗനമായിരിക്കും. कोई लोग मौन नहीं बैठना। ഇപ്പോൾ നമുക്കൊരു ഉണർവല്ല ആവശ്യം. हमें अब एक जागृति नहीं। ഈ വചനം ശക്തിയായിട്ട് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക. ये वचन अब बारंबार बोलते ഓ रहे। നിങ്ങളുടെ ഭാഷ ഹിന്ദിയോ തെലുങ്കോ തമിഴോ മലയാളം എന്തു ആയിക്കോട്ടെ, आपकी भाषा मातृभाषा जो है तमिल तेलुगु मलयालम कुछ भी क्यों ना ആ हो, ഭാഷകളിൽ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്ന अपनी भाषा में बोले। പിതാവേ हे നിനക്ക് पिता, സ്തുതി, हे पिता, പിതാവേ നിനക്ക് മഹത്വം. तू तुझे महिमा। ഓ നിന്റെ പുത്രനെ എനിക്ക് തന്നല്ലോ. तेरे पुत्र को मुझे दे दिया है। ദൈവത്തിന് മഹത്വം प्रभु की ഉണ്ടാകട്ടെ. नाम की तारीफ हो। പിതാവേ, നിനക്ക് മഹത്വം. प्रभु तुझे महिमा। നിന്റെ ഏകജാതനെ തന്നല്ലോ. तू अपने एक लौतों के दे दिया। ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. प्रभु की नाम की महिमा हो। എന്റെ ഏകജാതനെ തന്നല്ലോ. एक लौतों को दे അവൻ दिया മുഖാന്തരം കൃപ തന്നല്ലോ. और उसके मुआवजे को हमें अनुग्रह അവൻ दिया। മുഖാന്തരം രക്ഷ തന്നല്ലോ. उसके बारे रक्षा दिया അവൻ है, उतार മുഖാന്തരം दिया, അഭിഷേകം തന്നല്ലോ. अभिषेक दिया है। എന്റെ യേശുവേ, यीशु നീ മടങ്ങി വരൂ. तू वापस ഞാൻ आ, നിന്നെ കാണും. तुम्हें देखूंगा। നിന്നെ കാണുമ്പോൾ ഞാൻ നിന്നോട് സദൃശനാകും. जब तू देखेंगे तेरे सदृश हो जाऊंगा। ലോകത്തിലെല്ലാവരും എന്നെ മറക്കട്ടെ. लोग भूल जाए, എല്ലാവരും എന്നെ മറക്കട്ടെ. मुझे भूल जाए। ശമൂവേൽ പിരിങ്കിളിനെ ഓർത്തതുപോലെ നീ എന്നെ ഓർക്കും. जैसे शमूएल प्रिंकल को तूने याद किया, मुझे भी याद ഞാൻ कर। മരിച്ച് 1000 വർഷം കഴിഞ്ഞാൽ, मैं मरने के 1000 साल भी, ഞാൻ മരിച്ച് 1000 വർഷം കഴിഞ്ഞാൽ मैं मरने के 1000 साल बाद, നീ മടങ്ങി വരുമ്പോൾ എന്റെ പേര് ചൊല്ലി എന്നെ വിളിക്കും. जब तू आएगा मेरा नाम पुकार करके उठाएगा, നീ എന്നെ പേര് ചൊല്ലി വിളിക്കും. मेरा नाम पुकार कर बुलाएगा। ഞാൻ കല്ലറ വിട്ട് പുറത്തു വരൂ. मैं कब्र से ऊपर आऊंगा, ഞാൻ നിന്നോട് സദൃശനാകും. मैं तेरे सदृश हो ഞാൻ जाऊंगा। നിന്നോടുകൂടെ പിതാവിന്റെ അടുക്കലേക്ക് പോകും. मैं तेरे साथ पिता के पास आऊंगा। ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകും. मैं अपने पिता के पास लौट आऊंगा। നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിച്ചാൽ कृतज्ञता से प्रभु की स्तुति നമുക്ക് करें। നമ്മുടെ ആദരങ്ങളെ തുറക്കാം. हम अपने ओठों को खोले, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. प्रभु को स्तुति करें। ദൈവത്തിന് മഹത്വം प्रभु ഉണ്ടാകട്ടെ. के नाम की महिमा हो। ആത്മാവിന് ഹൃദയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത अपने आत्मा हृदय को संपूर्ण समर्पण करे। ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തെ प्रभु ഉണർത്തിക്കൊണ്ടിരിക്കും. का सानिध्य हमें जगाने दे। ഹല്ലേലൂയ, ഹല്ലേലൂയ.